പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീ രാധേശ്യാം. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. നാരായണായ നമ. ഗുരുനാഥൻ തുണതീക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. സാരഥ്യവേലയിൽ അതീവ സാമർഥ്യമേറുന്നൊരു കൃഷ്ണനെൻ്റെ മനോരഥം തന്നിലിരുന്നു കൊണ്ട് സാരഥ്യവേല തുടർന്നിടേണം. അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സദാ രാധേതി കൃഷ്ണേതി ജപേന മമ ജീവനം. ഇത്തം പ്രാർത്ഥയതേ നിത്യം കേശവം മദ്ഗുരും നമഃ. വന്ദേഹം പെരുഴും പെരുമ്പെള്ളിവാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. ശംഖുണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പ് ചില മുത്തുപടം കഴുത്തിൽ. ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കത്യായനീ ശരണമെന്നിഹ കൈതൊഴുന്നേൻ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടുള്ള ആള് ആരാ ചോദിച്ചാൽ ശ്രീമന്നാരായണൻ. നമ്മളൊരാളുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന ആളെയാണ് ആദ്യം നമ്മൾ അമ്മ എന്ന് വിളിക്കുക. ഈ ലോകത്തിൽ ആദ്യമായിട്ട് വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാൾ ബ്രഹ്മാവ് ഉണ്ടായതായ താമരയാണ് ആദ്യമായിട്ട് ലോകത്ത് ഭഗവാനിൽ നിന്നും പുറത്തേക്ക് വന്നത്. ബ്രഹ്മാവ് അല്ല, താമരയാണ് ആദ്യം വന്നത്. ആ താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നമ ശിവായ എന്ന് കേട്ടിട്ടില്ല. അത് അമ്മയെന്നുള്ളതിൻ്റെ കൂടെ നാരായണ എന്നാണ്. ഭഗവതിയാണെങ്കിലോ ചില ഭദ്രകാളിയുടെ അടുത്ത് നിന്നിട്ടും അമ്മേ നാരായണ എന്ന് പറയും. ശ്രീപാർവതിയുടെ അടുത്ത് ചെന്നാലും അമ്മേ മഹാദേവ എന്നല്ല, അമ്മേ നാരായണ എന്നാണ്. ആ വിളി സാക്ഷാൽ നാരായണനെ തന്നെയാണ്. ലോകത്തിന് മുഴുവൻ അമ്മയായിട്ടുള്ള ആള് ഭഗവാനിപ്പോൾ അമ്മയാവാനൊക്കെ പറ്റിയ ഒരാണല്ലേ. അങ്ങനെ സംശയം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മോഹിനിയായിട്ട് വന്നതും അമ്മയായതും. ഭഗവാനിപ്പോൾ ഏത് വേഷം കെട്ടാനും പ്രയാസമൊന്നുമില്ല. അനവധി വേഷങ്ങൾ കെട്ടി നമ്മളുടെ മുമ്പിൽ ആടിക്കൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവ് ഓരോ ദിക്കിൽ ചെല്ലുന്ന സമയത്ത് അല്ലേ, ഇവിടെ കുമാരനെല്ലൂർ അമ്പലത്തിൽ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, ഭഗവതി മധുരയിൽ നിന്ന് വന്നപ്പോൾ എവിടെയപ്പോൾ ഇരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ഉണ്ടാക്കിയതായ ശ്രീകോവിലിൽ ഇവിടെ ഞാൻ ഇരിക്കട്ടെ, കുമാരനല്ല ഊര്, കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയിരുന്നോളൂ, പൊക്കോളൂ, അച്ഛനടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് വൈക്കത്തടത്തേക്ക് ഉദയനാപുരത്തേക്ക് പറഞ്ഞയച്ചു സുബ്രഹ്മണ്യനെ. അച്ഛനടുത്തിരുന്നോളൂ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഗണപതി മള്ളിയൂർ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന സമയത്ത് കൃഷ്ണൻ ഇരിക്കാൻ പ്രത്യേകിച്ച് പീഠമൊന്നും കണ്ടില്ല. അപ്പോഴാണ് ആ മഹാത്മാവ് മുത്തശ്ശൻ പറഞ്ഞു, മടി കയറിയിരുന്നോളൂ ഗണപതിയുടെ, എന്തിനാ പേടിക്കണത്. ആ ഗണപതിയുടെ മടിയിലാണ് കയറിയിരിക്കുക അല്ലേ. ഇന്നും ആ ഒരു രംഗം വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ആ മഹാത്മാവിൻ്റെ സങ്കല്പം, ഭക്തന്മാരുടെ സങ്കല്പമാണ് ലോകത്ത് ഓരോന്നും നടക്കണത്. ഭക്തന്മാർ എന്തെങ്കിലും ഒന്ന് പറയേ വേണ്ടു, അപ്പോൾ ഭഗവാൻ അത് ചെയ്യുക. ഭഗവാന്റെ ജോലി എന്താ വെച്ചാൽ ഒരു വേലക്കാരനെ പോലെ, ദാസനെ പോലെ. അതെ, ആരോ എൻ്റെ കാലിൽ പിടിച്ചു എന്ന് ദേവല മഹർഷി പറഞ്ഞു, മുതലേ തോന്നണു എന്ന് പറഞ്ഞു. ഭഗവാൻ ഉടനെ മുതലേക്ക് മാറ്റി, ഹുഹു എന്ന ഗന്ധർവനെ. മഹർഷിമാർ ശാപിക്കുക അങ്ങനെയൊന്നും പതിവില്ല. മുതൽ എൻ്റെ കാലിൽ പിടിച്ചുവോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പിടിച്ചയാളെ എന്താക്കി മാറ്റണം ഭഗവാന്? മുതലാക്കി മാറ്റണം. കാരണം എന്താ? സ്വഭൃത്യവാക്യം സത്യം, ഭൃത്യൻ്റെ വാക്ക് സത്യമാക്കുക. പുനാനം പറഞ്ഞു, സജ്ജനങ്ങളെ കാണുമ്പോൾ വീണങ്ങടെ നമസ്കരിച്ചോളൂ, എവിടെയൊന്നും നോക്കണ്ട, കുറുപ്പുനിറ അങ്ങാടിയിൽ നിന്ന് കണ്ടാലും അവിടെ വീണ് നമസ്കരിച്ചോളൂ.
എന്താ? സജ്ജനങ്ങളെ നമസ്കരിക്കുമ്പോൾ അവർ നന്നായി വരുമെന്ന് അനുഗ്രഹിക്കും. പിന്നെ ആ വാക്ക് സജ്ജനങ്ങളുടെ നാവിൽ നിന്നും നമ്മുടെ നേരെ നന്നായി വരുന്നൊരു വാക്ക് വന്നാൽ പിന്നെ നമ്മൾ ചീത്തയാവാണ്ട് ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കിക്കോളും. കാരണം ഭക്തൻ്റെ വാക്ക് സത്യമാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ആ ഒരു കർമ്മം എന്ന് ഭഗവാൻ പറയണു. ഭക്തൻ്റെ പിന്നാലെ നടക്കുള്ളൂ, ഞാൻ മുമ്പിലൊന്നും നടക്കില്ല. അനുവ്രജാമ്യഹം നിത്യം പോയേത്യഘ്രിരേണുഭി. എന്തിനു വേണ്ടിയിട്ടാ? ഭക്തന്മാർ വീഴുമ്പോൾ പിടിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുകയല്ല. നമ്മൾ കുട്ടികൾ ഓടുമ്പോൾ നമ്മൾ പിന്നാലെ ഓടും ചിലപ്പോൾ. എന്തിനാ? വീഴുമ്പോൾ പിടിക്കാൻ. ഈ ഭഗവാൻ എന്തിനാ ഭക്തന്മാരുടെ പിന്നാലെ ഓടുന്നത്? അവർ വീഴുമ്പോൾ പിടിക്കാനാണോ? ഭക്തന്മാർ വീഴുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്താ? ഭഗവാൻ ഭക്തന്മാർ വീഴുമ്പോൾ പിടിക്കില്ലേ? പിടിക്കില്ല. കാരണം എന്താ? എൻ്റെ ഭക്തന്മാർ വീഴില്ല എന്നതാണ് ഭഗവാൻ തരുന്ന ഗ്യാരണ്ടി, അല്ലേ? ഗ്യാരണ്ടി ആര് തരണം? ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. എൻ്റെ ഭക്തൻ വീഴില്ല. ആര് വീഴ്ത്താൻ നോക്കിയാലും വീഴില്ല. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കും ചിലപ്പോൾ. അങ്ങനെ രുക്മിണി ദേവിയുടെ ഉള്ളിലുള്ള ഭഗവാനോടുള്ള പ്രേമത്തെ ഭഗവാൻ പരീക്ഷിച്ച ഒരു പരീക്ഷയാണ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായം, കർഹിജിൽ അധ്യായം എന്ന് പറയും. ഇവിടുന്ന് ആ ശ്രീശിവൻ അപ്പു വിളിച്ചപ്പോൾ എന്നാ ഏട്ടൻ ഒഴിവുള്ളത് ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ 21-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ഡ്യൂട്ടിയിൽ തന്നെയായിരുന്നു. കണ്ണൻ്റെ പുണ്യഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് കുറച്ച് ഭക്തന്മാരുമായിട്ട് പോയതായിരുന്നു. നാളെ രാവിലെ ഇവിടെ എത്തുള്ളൂ. ട്രെയിന് കുറച്ച് ലേറ്റ് ആവുകൊണ്ട് നാളെ വൈകുന്നേരം എത്തുള്ളൂ. അപ്പോഴാണ് സാരമില്ല, ആ ഗണപതി പറഞ്ഞെങ്കിൽ പോരൂ, പറന്ന് പോരൂ എന്ന് പറഞ്ഞു. കൂടെയുള്ളവരൊക്കെ ഇന്നലെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് രാവിലെ കയറ്റി വിട്ട് രാത്രി പറന്ന് വരേണ്ടി വന്നു. കാരണം ഇവിടെ ഗണപതിയുടെ സന്നിധിയിൽ എത്താൻ ആ ഭഗവാൻ വിളിക്കുമ്പോൾ ഗണപതിയെ വന്ദിച്ചുകൊണ്ടുള്ള ഏതൊരു കാര്യവും ആരംഭിക്കുക. ഗണപതി അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേഗം വന്നോളുക. ഭഗവാൻ ഈ ഒരു സന്നിധിയിൽ രാവിലെ എത്തിച്ചു. അത് എത്തിച്ച സമയത്ത് രാജസൂയം ആ ഒരു കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ നോക്കുമ്പോൾ വായിക്കുന്നത് രാധവപ്പോളാണ്. രാധാദേവിയുടെ സങ്കേതത്തിൽ നിന്നാണ് വരുന്നത്. വൃന്ദാവനത്തിൽ നിന്ന് രാധാറാണിയുടെ സങ്കേതത്തിൽ നിന്ന് വരുമ്പോൾ ഇവിടെ രാധവപ്പോള് വായിച്ചുകൊണ്ടിരിക്കുക. ഭക്തന്മാർ ഭഗവാനെ സ്തുതിക്കണ ആ ഒരു രംഗം. ധന്യനാവാൻ ഇതിലപ്പുറം എന്താ വേണ്ടത്? ആ ഭഗവാന്റെ അനുഗ്രഹം. രുക്മിണി ദേവിയോടൊപ്പം ഭഗവാൻ നടത്തിയതായ ഒരു പ്രേമസല്ലാപം. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പ്രേമസല്ലാപമൊക്കെ നടത്തിയത്? ഇതൊക്കെ സാധാരണ യുവാക്കളൊക്കെ നടത്തേണ്ടതല്ലേ? കല്യാണം കഴിഞ്ഞാൽ ഒരു മധുവിധു ആഘോഷിക്കുന്നവരൊക്കെ അല്ലേ പ്രേമസല്ലാപമൊക്കെ നടത്തുക? 70 വയസ്സായ മുത്തശ്ശനും 65 വയസ്സായ മുത്തശ്ശിയും തമ്മിൽ പ്രേമസല്ലാപം നടത്തുന്ന ആരെങ്കിലും പറയാറുണ്ട്? കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പേരക്കുട്ടികളൊക്കെ ആയിട്ട് നർമ്മസല്ലാപം നടത്തുക. ഇവിടെ ഏത് കാലത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഭഗവാന്റെ ഏത് പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, കർഹിജിൽ എന്നേ പറഞ്ഞില്ല. ഒരിക്കൽ ഭഗവാൻ തൻ്റെ ആ സഭയിൽ പോവുമൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചില ഹർത്താലോ അങ്ങനെ എന്തെങ്കിലും ചില ഒക്കെ ഉണ്ടാവും. ഇന്ന് മുടക്കാണ് സഭ, അതുകൊണ്ടാവാൻ ചിലപ്പോൾ. ഈ സഭാകാര്യങ്ങൾ മാത്രം പോരല്ലോ, കുടുംബജീവിതത്തിൽ ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും ഒക്കെയുള്ള സല്ലാപത്തിനും സമയം കണ്ടെത്തണം എന്ന് ആചരിച്ച് കാണിച്ചു തരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ ഒരു ദിവസം തൻ്റെ ആ തൽപ്പത്തിൽ ഇരിക്കുമ്പോൾ മുറിയിലിരിക്കുന്ന സമയത്ത് സഖിമാർ ഭഗവാനെ പരിചരിച്ചു കൊണ്ട് അവിടെ ആലവട്ടം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. രുക്മിണി വന്നപ്പോൾ രുക്മിണി സഖിമാരിൽ നിന്നും ആ ആലവട്ടവും പഞ്ചാമരവും ഒക്കെ വാങ്ങി രുക്മിണി തന്നെ വീശി കൊടുക്കുകയാണ്. ആ ഒരു രംഗത്തെ ഒന്ന് ഭാഗവതം ആദ്യം പറഞ്ഞു. ജനലൊക്കെ തുറന്നിട്ടുണ്ട് എന്ന് പറയണു. നമ്മളൊന്നും വീടിൻ്റെ ജനലിപ്പോൾ തുറക്കാറില്ല. കാരണം ഫ്ലാറ്റുകളിലൊക്കെ ആകുമ്പോൾ തുറന്നാൽ അടുത്ത വീടാവും അപ്പുറത്ത്. ജനലും തുറക്കാറില്ല. രാവിലെ എണീറ്റാൽ ജനലും വാതിലൊക്കെ തുറന്നിടണം എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ജനാലയിലൂടെ പുറമേണ്ട് സത്യഭാമയുടെ കൂടെ നരകാസുരവധം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയി അവിടുന്ന് പാരിജാതമൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ടേ. തൊട്ടപ്പുറത്ത് സത്യഭാമയുടെ കൊട്ടാരമാണ്. സത്യഭാമയുടെ ആ ഉദ്യാനത്തിൽ നിന്നും പാരിജാതത്തിൻ്റെ ഗന്ധം ഇവിടെ കൃഷ്ണൻ്റെ കിടപ്പുമുറിയിലേക്ക് വരുന്നുണ്ട്. മുറ്റത്ത് നമ്മളും ഉണ്ടാവും, പൂച്ചെടികളോ കുഴിച്ചിട്ടുണ്ടാവും. ജനൽ തുറന്നിട്ടാലല്ലേ ഗന്ധം ഇങ്ങോട്ട് വരുള്ളൂ. കാണാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഗന്ധം കാറ്റിലൂടെ അകത്തേക്ക് വരിക. അതുപോലെ അകത്ത് ചന്ദനത്തിരി അഷ്ടഗന്ധമൊക്കെ പുകയ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഗന്ധം ഗന്ധ വിനർഗത ജനാലയിലൂടെ പുറത്തേക്കും പോകുന്നുണ്ട്. വായുസഞ്ചാരം കിട്ടുക, ഇത് തന്നെയാണ് പ്രധാനമായിട്ട് ജനലിൻ്റെ ഉദ്ദേശം. വെളിച്ചം മാത്രമല്ല, വായുസഞ്ചാരം. ഇന്ന് ജനലും വാലൊക്കെ അടച്ചിട്ട് ശ്വാസം മുട്ടിയിരിക്കുക വീട്ടിൽ.
ഭഗവാൻ പറഞ്ഞൊക്കെ തുറന്നിടൂ. ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്കുള്ള അമ്മർത്ത വാതിൽ തുറന്നിടണം. ഇതുവഴി ഓരോന്നും തുറന്നിടണം എന്ന് പറഞ്ഞാൽ തുറന്നിടേണ്ടത് വീടിൻ്റെ വാതിലല്ല, നമ്മുടെയൊക്കെ മനസ്സാണ് തുറന്നിടേണ്ടത്. അപ്പം അടച്ചു വെച്ചിരിക്കുക. ഒരാളെ ഞാൻ സ്നേഹിക്കുള്ളൂ. അത് ഭഗവാനെയാണെങ്കിൽ തിരക്കടില്ല, ഒരാളെ മതി. കാരണം അതൊരാളേ ഉള്ളൂ. ഒരാളുടെ ഞാൻ മിണ്ടുള്ളൂ. ഇപ്പുറത്തുള്ളവരോട് മിണ്ടില്ല. ചില ആളുകൾക്കൊന്നും ഞാൻ മനസ്സ് കൊടുക്കില്ല. ചില ആൾക്കാരൊന്നും ചിന്തിക്കില്ല. എല്ലാവരെയും ഒരുപോലെ കാണാനാണ് ഭാഗവതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആരിലും ദ്വന്ദ്ഭാവമില്ലാണ്ട് ഒരുപോലെ കാണുക, മനസ്സ് തുറന്നിടുക, മനസ്സിലുള്ളത് മറ്റുള്ളവരോട് പറയുക, മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് കേൾക്കാൻ തയ്യാറാവുക. കൊടുക്കൽ വാങ്ങലുകൾ, വ്യാപാരം, പണം കൊടുത്ത് സാധനം വാങ്ങിയാൽ മാത്രം പോരാ, ഡ്രസ്സും സാധനങ്ങളും മാത്രം വാങ്ങിയാൽ പോരാ. അവരുടെ മനസ്സിലുള്ള ചിന്തകൾ, മറ്റുള്ളവരുടെ, ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സനകാദികൾക്കൊന്നും എൻ്റെ ആവശ്യമില്ല. ഗുരു വസ്തു മൗനം വ്യാഖ്യാനം. ഗുരു മൗനമായിട്ടിരുന്നാലും സനകാദികൾക്കോ നാരദ മഹർഷിക്കൊക്കെ ദക്ഷിണാമൂർത്തി മിണ്ടാണ്ടിരുന്നാലും മനസ്സിലാവും. നമുക്ക് ഗുരുദാസൻ മിണ്ടാണ്ടിരുന്നാലും മനസ്സിലാവുമോ? നമുക്ക് പറഞ്ഞിട്ട് തന്നെ മനസ്സിലാവുന്നില്ല. എത്രയോ തവണ ഗുരുനാഥന്മാരിൽ നിന്നും കേട്ടതാണ് നാമം ജപിക്കൂ, നാമം ജപിക്കൂ, ആമോദം പൂണ്ടു ചൊല്ലുവൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ എന്ന് അനവധി സജ്ജനങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇപ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ കേട്ടോ കുറച്ചേ പറയുന്നുള്ളൂ. സർവത്ര എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാം. എല്ലാ ദിക്കിലും ഗോവിന്ദൻ്റെ നാമം മുഴങ്ങട്ടെ, എല്ലാവരും ജപിക്കൂ. അപ്പോൾ നമുക്ക് എത്ര തവണ എത്ര ആചാര്യന്മാർ നിന്ന് കേട്ടിട്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റണില്ല. കേൾക്കുകയും ചെയ്യുക. എന്നെങ്കിലും ഒരിക്കൽ കേട്ടതൊക്കെ ഉപകാരത്തിൽ വരും. പഠിച്ചത് എന്തെങ്കിലും ഉപകാരത്തിൽ വരാണ്ടിരിക്കില്ല. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഉപകാരം വരും. ഗജേന്ദ്രൻ അങ്ങനെയാണ് ഉണ്ടായത്. പൂർവ്വജന്മത്തിൽ പഠിച്ച സ്തോത്രങ്ങളൊക്കെയാണ് മുതല കാലിൽ പിടിച്ചപ്പോൾ ഉപകാരമായത്. കാരണം ആനയുടെ ജന്മത്തിൽ ആരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. കാട്ടാനയാവുകൊണ്ട് പരിശീലനം ഉണ്ടായിട്ടില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പാപ്പാമാരെന്തെങ്കിലും തിരിയാനോ മറിയാനോ ഒക്കെ ചിലപ്പോൾ പഠിപ്പിച്ചു എന്ന് വരും. അതും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ പൂർവ്വജന്മത്തിലെ പഠനം ഉപകാരമായി മാറി. അതുകൊണ്ട് പ്രായമായി എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഭാഗവതം പഠിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ വീണ്ടും 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 വന്നോളൂ. ഇങ്ങോട്ട് മോക്ഷം കിട്ടി അങ്ങോട്ട് പോകാനൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ വന്നിട്ട് ഭക്തി സമ്പാദിച്ചിട്ട് പോവുക. ഋഷഭദേവൻ പറഞ്ഞു, മുക്തിം ദദാതി കർഹജൽ സ്മരണ ഭക്തി യോഗം. ഭഗവാൻ കൊടുക്കാൻ നല്ല മടിയുള്ളതാണ് ഭക്തി. എങ്ങനെ അത് കിട്ടും? ശ്രവണം. ആദ്യത്തെ ഭാവം ശ്രവണം. ഇവിടെ ആരാണ് ഭഗവാനെ പരിചരിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? ഭീഷ്മക നന്ദിനി. എങ്ങനെ ഭഗവാനെ പരിചരിക്കാൻ ആ രുക്മിണിക്ക് സാധിച്ചു? ശ്രുത്വാ ഗുണാൻ. ആ ഭഗവാന്റെ ഗുണങ്ങളെ കേട്ടിട്ട് തന്നെയാണ്. ഞാനും ചെറിയ കുട്ടിയാകുമ്പോൾ ഏത് ഭാഗത്തേക്ക് വേണം, ഏത് രീതിയിലേക്ക് വലുതായാൽ ആരാവണം എന്നൊക്കെ ചെറുപ്പത്തിൽ വലിയ വലിയ മോഹങ്ങളുണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ ചോദിക്കൂലേ ചിലപ്പോൾ ആരാവാനാ മോഹം എന്നൊക്കെ. എന്താ വേണ്ടതെന്നറിയാണ്ട് കൺഫ്യൂഷനായിരിക്കുമ്പോഴാണ് വലിയൊരു സത്സംഗം കിട്ടിയത്. ചെറിയ കുട്ടിയാവുമ്പോൾ പുല്ലൂർമണ്ണ രാമേട്ടൻ്റെ സപ്താഹം ഇതവിടെ ഇരിക്കണു. ഇന്ന് പാരായണത്തിന് ഇവിടെ അദ്ദേഹം മുഴുവനുണ്ട്. കുട്ടിക്കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലത്തിൽ പൂജയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം ദിവസവും പൂജ കഴിഞ്ഞാൽ ഭാഗവതം വായിക്കും. അപ്പോഴാണ് ഞാൻ ചെന്ന് അടുത്തിരുന്ന് ചോദിക്കുന്നത്, എന്താ വായിക്കണത്? എന്താണെന്നറിയില്ലേ? അത് ഭാഗവതമാണ്. അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം, അദ്ദേഹവുമായിട്ടുള്ള ഒരു കുട്ടിക്കാലത്ത് ഒരു 7 വർഷത്തെ അടുത്ത ആ ഒരു സംസർഗം, അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് ഈ ഭാഗവതത്തിലേക്ക് തിരിയാം, സപ്താഹങ്ങൾ കേൾക്കാം. ഭാഗവതം സപ്താഹമായിട്ട് നടക്കും എന്ന് പറഞ്ഞ് സപ്താഹങ്ങൾ കേട്ട് ഭാഗവതത്തിലേക്ക് ഇന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് കേട്ടതായ കഥകൾ ഭാഗവതത്തിലേക്ക് പ്രേരണ നൽകാൻ, ഭാഗവതം പറയണത് കേട്ടാൽ അവിടെ പോയി ഇരിക്കാൻ തോന്നണ്ടേ? അവിടെ പോയി ഇരിക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഭഗവത് പ്രേരണ തന്നെ വേണം. ഭഗവാൻ ഭാഗവതത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു. ഭാഗവതം കേൾക്കാൻ പിടിച്ചിരുത്തി. എവിടെ മനസ്സ് വേണം പിടിച്ചിരുത്താൻ. വേറെ ആരും പിടിച്ചിരുത്തി ഇവിടെ ഇരിക്കും കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. അവനവൻ്റെ മനസ്സ് പിടിച്ചിരുത്തണം. രുക്മിണി ഭാഗവതം ധാരാളം കേട്ടു. എങ്ങനെ? രുക്മിണിയുടെ കൊട്ടാരത്തിൽ ഭക്തന്മാർ ധാരാളം വരാറുണ്ടായിരുന്നു. അവർ രുക്മിണി മഹാലക്ഷ്മി അവിടെ അവതരിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴാണ് ആ മഹാലക്ഷ്മിയുടെ മുമ്പിൽ വന്ന് ഭാഗവതം പറയണത്. ഇടയ്ക്ക് രാമായണവും പറയാനുള്ള ഒരാൾ വരും. ഉത്തരേ വാൽമീകി മഹർഷിയും അവിടെ വരാറുണ്ടെന്ന്. ഇടയ്ക്ക് രാമൻ്റെ കഥ പറയുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അത് വാൽമീകി എന്ന് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ ആ രാമാവതാരത്തിൽ വീണ്ടും സീതയെയും ആ രാമനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി വാൽമീകി ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഇനി ആ യമുനാതീരത്ത് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിദേവിയിലേക്കിടെ കൂടെ പോവുകയാണ് സീതാദേവി ഉണ്ടായത്. സരയൂ തീരത്തേക്ക് ഇനിയിപ്പോൾ ഞാനില്ല.
ഞാൻ യമുനാതീരത്തിലേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ യമുനാതീരത്ത് കാണാം. സരയൂലിക്ക് ഇപ്പോൾ വേണ്ട, കാരണം ഇപ്പോൾ അയോധ്യയിൽ കുറച്ചു കാലം ഒരുമിച്ചുണ്ടായില്ലോ. ഇനി യമുനാതീരത്ത് കണ്ണം വരുമ്പോൾ ഞാൻ സമയമാകുമ്പോൾ കത്തയച്ച് വരുത്താം. അല്ലെ, എവിടെയുള്ളത് അറിയില്ലല്ലോ, ഞാൻ കത്തയച്ചോളാം, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം. അങ്ങനെ രുക്മിണി ഭഗവാനെ പ്രേമിച്ചതാണ്. ഭഗവാന്റെ അടുത്ത് ആദ്യം ആ പ്രണയം പറഞ്ഞത് രുക്മിണിയാണ്. ഗോപികമാർ പ്രണയം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ പ്രേമിക്കുന്നു കേട്ടോ എന്നൊന്നും ഗോപികമാർ പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തിട്ടുള്ളൂ? അവർ പ്രാക്ടിക്കലാക്കിയിട്ടേ ഉള്ളൂ, പ്രേമം അനുഭവമാക്കി കൊടുത്തേ ഉള്ളൂ കണ്ണന്. കണ്ണനും പ്രേമം എങ്ങനെയാന്ന് പഠിച്ചത് ഗോപികമാരിൽ നിന്നാണ്, രാധാറാണിയിൽ നിന്നാണ്. എന്തിന്? പുഞ്ചിരിക്കാൻ പോലും ഭഗവാനെ പഠിപ്പിച്ചത് രാധാസഹായം അതിസുന്ദരമന്ദഹാസം. രാധാദേവിയുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് കണ്ണനെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. അല്ലേ, സപ്താഹങ്ങളിൽ മുഴുവൻ രാധാദേവിയെ പറയാണ്ട് എവിടെയെങ്കിലും തുടങ്ങാറുണ്ടോ? അല്ലേ, രാധാരമണ മുകുന്ദ മുരാരേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സകലമായ സപ്താഹങ്ങളിലും. നാളൊരാൾ ചോദിച്ചു, എന്താ കേരളത്തിലെ സപ്താഹങ്ങളിലൊന്നും രാധയെക്കുറിച്ച് പറയാത്തത്? ഞാൻ ചോദിച്ചു, ഏത് സപ്താഹത്തിലാണ് പറയാത്തത്? ആചാര്യം വന്നിരുന്ന മാഹാത്മ്യം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ദീപാരാധന തോന്നിട്ടാവാട്ടോ എന്ന് പറഞ്ഞ രാധാരമണ, രാധ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറ്. രാധാസഹായം അതിസുന്ദര മന്ദഹാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാറ്. രാധയെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലാത്ത സപ്താഹത്തിൽ എത്രയോ തവണ പറഞ്ഞിട്ട് ആ രാധാദേവി പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു ഭഗവാനെ. കാരണം ശ്രീരാമാവതാരത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന ശ്രീരാമനെ അധികമൊന്നും കാണില്ല. ഗൗരവത്തിൽ അക്ഷത്രിയനാണ്. വേറെ പരശുരാമൻ പുഞ്ചിരിച്ചു എന്ന് കാണാനുണ്ടോ? ബലരാമൻ പുഞ്ചിരിച്ചു നിൽക്കണമെന്ന് കാണാനുണ്ടോ? വാമനമൂർത്തി പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടോ? കാവൽക്കാരനായിട്ടൊക്കെ നിൽക്കുന്നതും ഒരു തന്നോളൂ മൂന്നടി എന്ന് പറഞ്ഞ് നിൽക്കണതൊക്കെ കാണാം. നരസിംഹമൂർത്തി പിന്നെ പുഞ്ചിരിക്കുകയുണ്ടായിട്ടുണ്ടോ? ചിരിച്ചാലും ആ സിംഹത്തിൻ്റെ മുഖത്ത് നമുക്ക് പുഞ്ചിരി കാണാൻ പറ്റുമോ? ഗൗരവമല്ലേ ഉണ്ടാവുള്ളൂ. കണ്ണനോട് പറഞ്ഞു, അതെ മറ്റവതാരങ്ങളെ പോലൊന്നും അല്ല കേട്ടോ, ഇത് പുഞ്ചിരിക്കാനായിട്ടുള്ള അവതാരമാണ്. കണ്ണൻ്റെ മന്ദഹാസം, ആ പുഞ്ചിരി, അത് ഞാൻ നല്ലോണം ചിരിച്ചോളാം എന്ന് പറഞ്ഞു. എല്ലാവരും നോക്കിയിട്ടും കുന്തിദേവി മനോഹരമായിട്ട് സ്തുതിച്ചപ്പോഴും മന്ദം ജഹാസവൈകുണ്ഠോ മോഹേന്യമായ കുന്തിദേവിയുടെ സ്തുതി മുഴുവൻ കേട്ടിട്ടും ഭഗവാൻ പുഞ്ചിരിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നന്നായിട്ടോ കേമായിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനന്ദിക്കലൊന്നും ഉണ്ടായില്ല. ഗാന്ധാരി ശപിക്കുന്നുണ്ടത്രേ ഭഗവാന്റെ വംശത്തെ. ഇതുപോലെ നിന്റെ വംശവും കുരുവംശം പോലെ തമ്മിത്തല്ലി നശിക്കുന്നു പറഞ്ഞപ്പോഴും ഭഗവാൻ ആ പുഞ്ചിരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഭഗവാന്റെ പുഞ്ചിരി കണ്ട് നമ്മളും എന്തു വേണം? നേരെയാവാൻ ഒരാൾ അഭിനന്ദിച്ചാലും ചീത്തയാവാൻ വേണ്ടി നമ്മളെ ചീത്ത പറഞ്ഞാലും പുഞ്ചിരിക്കാൻ സാധിക്കണം. കണ്ണനെ സ്നേഹിക്കുന്നവർക്കേ അത് സാധിക്കുള്ളൂ, പുഞ്ചിരിക്കാൻ. എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണൻ്റെ കഥകൾ പൂർണ്ണമായി കേട്ടതിന് ശേഷം ഭഗവാനെ സ്വന്തമാക്കിയ ആ രുക്മിണി ദേവിയുടെ ഉള്ളിലെ പ്രേമത്തിൻ്റെ അളവൊന്ന് അറിയാം. കൃഷ്ണൻ അറിയാണ്ടൊന്നുമല്ല കേട്ടോ. കൃഷ്ണന് വലുതും അറിയാത്ത ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഭഗവാനെ രുക്മിണി പറഞ്ഞിട്ട് വേണം അറിയാൻ. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അറിയാനാണ്. ഭഗവാൻ സുദാമാവിനോട് പറയുന്ന ഒരു രംഗം അവിടെ കേൾക്കാം. എന്താ വെച്ചാൽ, സുദാമാവേ, ഈ ലോകത്ത് രണ്ട് കൂട്ടരാണ് കേമന്മാരായിട്ടുള്ളവർ എന്ന് പറയും. ഒന്ന്, ഈ ലോകത്തുള്ള ഭൗതികമായ സുഖങ്ങളൊക്കെ താൽക്കാലികമാണ് എന്നറിഞ്ഞ് അതിനൊക്കെ വിട്ട് ജീവിക്കുന്നവർ, അങ്ങേപ്പോലെ എന്ന് പറയുക. ആരെപ്പോലെ? സുദാമാവിനെ പോലെ. അദ്ദേഹത്തിന് വല്ല ഭൗതിക സുഖം അവിടെയുണ്ടോ? എന്നാൽ അദ്ദേഹത്തിന് വല്ല ദാരിദ്ര്യവും ഉണ്ടോ? ആരാ ദരിദ്രൻ? ദരിദ്രോയസ്തു അസന്തുഷ്ട. എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തവനാണ് ദരിദ്രൻ. 10 കിട്ടുകൾ 100 തരക്കടില്ല. ശതമാകിൽ സഹസ്രം മതി എന്നും 1000 റുപ്യ ദക്ഷിണ കൊണ്ടുവച്ചാൽ അത് പാറിപ്പോവാണ്ടിരിക്കാൻ ഒരു റുപ്യയും കൂടി ഉണ്ടായാൽ അത് പാറിപ്പോവില്ലല്ലോ. 1001 ആക്കായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തേ ഉണ്ടാവുള്ളൂ? അതാണ് ദാരിദ്ര്യം, അസന്തുഷ്ട. ആരാ തുഷ്ടനായിട്ടുള്ള സന്തോഷിക്കുന്നയാൾ? എതിർച്ഛാലാപതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ. വാമനമൂർത്തി പറഞ്ഞിരുന്നു, യാദൃശ്ചികമായിട്ട് നമുക്ക് എന്താണോ കിട്ടിയത് അതുകൊണ്ട് സന്തോഷിക്കുന്നവൻ സമ്പന്നൻ. ഇവിടെ ആ സുദാമാവിനോട് ഭഗവാൻ അവിടെ പറയണത്, എല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന അങ്ങ് ഇനി ഈ ലോകത്തിലുള്ള ഭൗതിക സുഖങ്ങളൊക്കെ താൽക്കാലികമാണ് എന്ന് അറിഞ്ഞിട്ടും ലോകസംഗ്രഹത്തിന് വേണ്ടി അതൊക്കെ സ്വീകരിക്കുന്നയാൾ
ആര്? കൃഷ്ണൻ. ഭഗവാൻ അറിയില്ലേ ഇതെല്ലാം താൽക്കാലികമാണെന്ന്? എന്നിട്ടും കല്യാണം കഴിച്ചു. എത്രണ്ണം? 1, 2 ഒക്കെ ആവാം. അല്ല, കിട്ടിയ പെണ്ണുങ്ങളെയൊക്കെ കെട്ടി ഗൃഹസ്ഥൻ്റെ ധർമ്മമാടി. കിട്ടിയവരെയൊക്കെ കിട്ടിയിത്രേ. പതിയായി കണ്ടവർ പാതിമെയ്യായവർ 16,008 ഒരു 100ഉം അല്ലേ? 16,008 പോരാ, 16,108 ഉണ്ട്. ഒരു 100ഉം കൂടി ഉണ്ട് എന്ന് പറയണു. ഇവരെവിടെയെങ്കിലും കണ്ണൻ പോയി അങ്ങോട്ട് പെണ്ണ് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചാൽ തന്നെ കിട്ടണില്ലേ പെണ്ണ്? പല ആളുകൾക്കും അനവധിക്കിൽ പെണ്ണ് ചോദിച്ചിട്ട് എന്താ, പൂജയാണ്, അല്ലെങ്കിൽ ഭാഗവതാണ്, അല്ലെങ്കിൽ ദേഹണ്ണാണ്. എന്തിനാ? ഇപ്പം എന്ത് ജോലി ചെയ്യാലും അത് പോരാ, കിട്ടണില്ല. ഇവിടെ ഒരാൾ ഒരു ദിക്കലും ചെന്ന് ചോദിച്ചിട്ടില്ല ഭഗവാൻ. എന്തേ കാരണം? ആരോടൊന്നും ചോദിക്കരുത് എന്ന് മഹാബലി പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാർ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? നോക്കൂ, ഒരു പെണ്ണ് ചോദിക്കാൻ പോലും പറ്റില്ല അത്രേ ഭഗവാന്. കാരണം വാമനമൂർത്തി പറഞ്ഞിട്ടുണ്ട്, മഹാബലി പറഞ്ഞിട്ടുണ്ട്, വാമനമൂർത്തിയോട് എൻ്റെ മുമ്പിൽ വന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങിയവർ ഇനി ആരോടും ചോദിക്കരുത്. എന്നിട്ടും ഭഗവാനെ ഒരു ഭക്തൻ കുഴക്കി എന്നാണ് പറഞ്ഞത്. ഈ വായിക്കാൻ പോണേ ഉള്ളൂ. ആരാ? സുദാമാവ്. ഭക്തന്മാർ ഭഗവാനിട്ടിങ്ങനെ വട്ടം കറങ്ങുക. അതിനിടെ കിടന്ന ആ ഭഗവാന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. മഹാബലി പറഞ്ഞു ആരോടൊന്നും ചോദിക്കരുത് എന്ന്. സുദാമാവാണെങ്കിൽ കൊണ്ടുവന്നത് തരുണുമില്ല. രണ്ടുപേരും ഭക്തന്മാർ. അവസാനം നിവൃത്തിയില്ലാണ്ട് ചോദിക്കേണ്ടി വന്നില്ലേ? കിംവായനമാനി, എന്താ അങ്ങ് ഇല്ലത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ലേ ഭഗവാന്? കുരുക്ഷേത്രത്തിൽ ഭീഷ്മർ പറയണു, അവിടെ ഭീഷ്മരുടെ മുമ്പിൽ ഭഗവാൻ ഒരു വാക്ക് തെറ്റിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ സുദാമാവ് ഭഗവാനെ കുഴപ്പത്തിലാക്കിയില്ല കേട്ടോ. കാരണം എന്താ? ചോദിച്ചിട്ടും കൊടുത്തില്ല. ചോദിച്ചു കൊടുത്താൽ ശരി, ചോദിച്ചു വാങ്ങി എന്ന് പറയാം. ഇത് ചോദിച്ചിട്ടും കൊടുത്തില്ല. ഭക്തന്മാർ ഭഗവാനെ പല പല രീതിയിലും. ഇവിടെ രുക്മിണി എന്ന ഭക്തത ഭഗവാനെ എങ്ങനെയാണ് കുഴപ്പത്തിലാക്കണത്? നോക്കുകയാണെങ്കിൽ രുക്മിണിയോട് ഭഗവാൻ രാജപുത്രി എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. രാജപുത്രി, ആദ്യം ഒന്ന് കേശാദിപാദം നോക്കി ഇത്രേ രുക്മിണിയുടെ. ആ ഒരു കാലിലെ, ഇന്നത്തെ ഭാവത്തിലൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ കാലിൻ്റെ വിരലിൻ്റെ അറ്റത്ത് ക്യൂട്ടക്സൊക്കെ ഇട്ടിട്ടുണ്ടാവും നഖത്തിൽ. വേണമെങ്കിൽ അവിടേക്ക് കാലിലെ വിരലുകൾ നോക്കി ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ആ മൂർധാവിലെ ആ സിന്ദൂരം വരെ നോക്കിയിട്ട് പിന്നെ മേപ്പട്ടം താഴോട്ടും. രുക്മിണിയും വിചാരിച്ചു ഇതെന്താ ഭഗവാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കണത്? ഭർത്താവ് തന്നെയാണ് നോക്കണത്, വേറെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അപകടം. നോക്കുന്നത് ഭർത്താവ് തന്നെയാണ്, എന്നാലും ഇങ്ങനെ നോക്കുക. കേശാദിപാദം പാദാദികേശം, ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം നോക്കാറുണ്ട് നമ്മൾ. നാരായണീയം വായിക്കുമ്പോൾ അവസാനം അത് കേശത്തുനിന്ന് പാദം വരെ, കപിലോപദേശത്തിൽ പാദം മുതൽ കേശം വരെ ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇത് രുക്മിണിയുടെ കേശാദിപാദം, മഹാലക്ഷ്മിയുടെ കേശാദിപാദം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഭഗവാൻ അങ്ങനെ നോക്കുകയാണ് അത്രേ. എന്താ ഭഗവാൻ ഇത്? ഞാൻ സാരി ഉടുത്തതിൽ എന്തെങ്കിലും ചില പിഴവുകൾ ഞൊറി മാറിയിട്ട് അങ്ങനെ വല്ലതുകൊണ്ട് എന്തെങ്കിലും സൂക്ഷിച്ച് നോക്കണത്? രാജപുത്രി, എന്താ അബദ്ധമായി കാണിച്ചത് എന്ന് ചോദിച്ചു. അബദ്ധം കാണിക്കേ? എന്താ ഞാൻ ചെയ്തതാവോ? ആകെ പരിഭ്രമിച്ചു അല്ലേ? ആർക്കായാലും ഭർത്താവ് പെട്ടെന്ന് വന്നിട്ട് എന്തായി കാണിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം മനസ്സിലാവില്ല. അന്ന് വല്ല അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിയ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അടിച്ചുകാരായി എന്താ പറഞ്ഞത് മനസ്സിലായില്ല കാര്യം. എത്ര കേട്ടാലും നമുക്ക് ഭഗവാൻ അങ്ങോട്ട് പൂർണ്ണമായി മനസ്സിലാവണില്ല. രുക്മിണി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി, എന്തായി ഭഗവാൻ പറഞ്ഞത്? എന്താ അബദ്ധം കാണിച്ചത്? എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് എന്നാണ് ചോദിച്ചത്. നല്ല ആൾക്കാർ കുറേ ഇല്ലേ? എന്നിട്ട് എന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? എന്തിനാ എൻ്റെ പിന്നാലെ വന്നത്? ശിശുപാലൻ വളരെയധികം രുക്മിണിയെ പ്രേമിച്ചയാളാണ്. രുക്മിണിയുടെ ഏട്ടൻ്റെ അടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളാണ്. ആ രുക്മിണിയെ എനിക്ക് തരണട്ടോ എന്ന് പറഞ്ഞ് രുക്മിണിയോട് പറഞ്ഞു വെച്ചതാ. ഏട്ടൻ കല്യാണ പ്രായമാകുമ്പോൾ ഞാൻ തരാട്ടോ എന്ന് വാക്കും കൊടുത്തതാ. ആ ഏട്ടൻ്റെ വാക്ക് കേട്ടിട്ട് ശിശുപാലൻ്റെ കൂടെ പോയിരുന്നു വെച്ചാൽ രുക്മിണിക്ക് മറ്റേട്ടന്മാരൊക്കെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഒരു കാരണം ഏട്ടന്മാരുടെ ഒന്നും സ്നേഹം ഇങ്ങോട്ട് കിട്ടണില്ല. അല്ലെ? കുടുംബക്കാരൊക്കെ എതിർത്ത് കൊണ്ടുവരുന്ന ഒരു കല്യാണം ആയില്ലേ? ഇനി രുക്മിണി കല്യാണം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോവുകയാണെന്ന് വെച്ചാൽ നല്ല നല്ല യോഗ്യതയുള്ളവരുടെ പിന്നാലെ വേണ്ടേ പോവാൻ? എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? ഗോപികമാരെന്നെ വിളിച്ചത് ശ്യാമസുന്ദര എന്നാണ്, കറുത്ത സുന്ദര എന്നാണ് വിളിച്ചത്. കറുപ്പ് എന്നർത്ഥം ശ്യാമം എന്നുള്ളതാണ്. ഈ കറുകറുത്ത എനിക്ക് രുക്മിണീൻ്റെ കഥകൾ ശ്രുത്വാ ഗുണം എന്നൊക്കെ എഴുത്തിൽ കണ്ടു അല്ലേ?
എൻ്റെ ഗുണങ്ങൾ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഗർഗ മഹർഷി എനിക്ക് പേരിടാൻ കാരണം എന്താണെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? ഇതാനും കൃഷ്ണവർണ്ണ, പല നിറത്തിൽ ജനിച്ചിട്ടുണ്ട്. ഈ ജന്മത്തിൽ കൃഷ്ണവർണ്ണമാണ്, കറുത്ത നിറാവ് കൊണ്ട് കൃഷ്ണൻ എന്ന് പേരിട്ടു. രുക്മിണി പെണ്ണ് കാണാൻ വരുന്ന മിക്കവാറും ആളുകൾ പെണ്ണ് കണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയോട് ചോദിക്കും, അമ്മ മോളെ ഇഷ്ടമായോ ചോദിക്കുമ്പോൾ, അമ്മ ആൾ കുറച്ച് കറുത്തിട്ടല്ലേ, കുറച്ചുകൂടിയൊക്കെ ഒരു വെളുത്ത ആളെ കിട്ടിയാൽ തിരക്കടില്ല എന്ന് പെൺകുട്ടികളെ അമ്മമാരോട് പറയൂ ഇത്ര സ്വകാര്യമായിട്ട്. കുറച്ചുകൂടി വെളുത്ത ആളെ കിട്ടുകയാണെങ്കിൽ. എന്തേ രുക്മിണി? പിന്നെ അമ്മ പറയും, സാരല്ല, നിറത്തിലൊന്നുമല്ല, കാര്യം സ്വഭാവത്തിലാണ്, എന്തായാലും നീ സമ്മതിക്കൂ, അച്ഛനും വല്ലാണ്ട് വിഷമമുണ്ട്, നിന്റെ കല്യാണം നടക്കാണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കുമാ, നേരം എന്താച്ചാൽ ആവട്ടെ എന്ന് പറയാം. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്ന് പെണ്ണ് കണ്ടതോ ആരും നിർബന്ധിച്ചോന്നുമല്ല, രുക്മിണി സ്വയം എന്നെ ഇഷ്ടപ്പെട്ടതാണ്, ഒന്ന് കണ്ടിട്ട് വേണ്ട ഇഷ്ടപ്പെടാൻ, കണ്ടില്ലല്ലോ, കേൾക്കല്ലേ ഉണ്ടായിട്ടുള്ളൂ. രുക്മിണിയാണെങ്കിൽ നല്ല വെളുത്ത് സുന്ദരിയാണ്. രുക്മിണി വെളുപ്പും കറുപ്പുമായിട്ടുള്ളവരെയാണോ? രുക്മിണി കുറച്ചുകൂടി വെളുത്തയാളെ സ്വീകരിക്കായിരുന്നു. നിറത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചേരില്ല. രുക്മിണി കത്തിലൊക്കെ എഴുതി, കാത്വാ മുകുന്ദ, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മുകുന്ദ യോജിക്കുന്നുണ്ട്. കുല ശീല രൂപ വിദ്യ വയോ ദ്രവിണ ധാമഭിരാത്മതുല്യം, കുലം കൊണ്ടും ശീലം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പ്രായം കൊണ്ട് സമ്പത്ത് കൊണ്ടും ഒക്കെ യോജിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രുക്മിണി ഒന്ന് കണ്ടിട്ട് വേണ്ടേ, മിനിമം ഒന്ന് വീഡിയോ കോളിലെങ്കിലും ഒന്ന് കാണുക, ഫോട്ടോയിലെങ്കിലും ഒന്ന് കാണുക, ഒരു ഫോട്ടോ എങ്കിലും കിട്ടാൻ അല്ലേ? ഇന്നിപ്പോൾ എല്ലാദിക്കലും ഭഗവാന്റെ ഫോട്ടോ കിട്ടാൻ, അന്നിപ്പോൾ അതിന് ഫോട്ടോ ഒന്നും കിട്ടാനില്ല. പക്ഷേ ഭക്തന്മാർ വർണ്ണിച്ചതേ ഉള്ളൂ. രൂപമൊക്കെ ഭംഗിയായിട്ട് ബർഹാപീഠം നടവരോ ഭുക്കർണയോ കർണികാരം ബിഭ്രത്വാസത് കനകകപിശം വൈജയന്തീം ജമാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സുഭതരമണം പ്രാവിശൽ ഗീതകീർത്തി. ആ തലയിൽ മയിൽപ്പീലി വെച്ച്, ചെവിയിൽ ആ കൊന്ന പൂ വെച്ച്, ഓരോരോ അസുരന്മാരെയും കൊല്ലണ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ ആ പുഷ്പങ്ങളെ കൊണ്ടൊക്കെ ഗോപന്മാർ മാലയുണ്ടാക്കി ഭഗവാനെ അണിയിക്കും. ആ വേണുവിനെ എടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ഭഗവാന്റെ ആ ഒരു വേണുഗാനം. ഇത് വേണുരവം രാജൻ സർവഭൂത മനോഹരം, ഇത്രയും മോഹനമായ ഒരു രംഗമെന്ന് ഇത്തിരി ലോകത്തിലുണ്ടായിട്ടില്ല. അത്ര കേമാണ് ഭഗവാന്റെ വേണുഗാനം എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. രുക്മിണി എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇനി ശരി, രൂപത്തിൻ്റെ കാര്യം പോട്ടെ, സമ്പത്തിൻ്റെ കാര്യത്തിൽ രുക്മിണി രാജകുമാരിയാണ്. രാജകുമാരിയായിട്ടുള്ള ആൾക്ക് രാജകുമാരിയുടെ രീതിയിലുള്ള ജീവിതം നയിക്കണമെങ്കിൽ നല്ലൊരു രാജകുമാരനെ കല്യാണം കഴിക്കണം. അതിന് പകരം ഇവിടെ ഉണ്ടായതോ പശുക്കളെ മേച്ച് നടക്കുന്ന ഒരു ഇടയച്ചക്കനെ വന്ന് കല്യാണം കഴിച്ചു. എൻ്റെ ഇവിടെ ഉഗ്രസേന മഹാരാജാവാണ് ഇവിടുത്തെ അധികാരി. ആ ഉഗ്രസേനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകളുടെ മകനാണ്. ഞാൻ അത്രയല്ലേ ഉള്ളൂ. ഉഗ്രസേനൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകള് ദേവകി, ദേവകിയുടെ മകൻ ഇത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ അച്ഛൻ്റെ സമ്പ്രദായം വഴിക്ക് എനിക്ക് രാജകീയമൊന്നുമില്ല. അച്ഛൻ വസുദേവർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശൂരസേനൻ, രാജാവൊന്നുമില്ല. അപ്പോൾ രാജകുമാരി കല്യാണം കഴിക്കുമ്പോൾ രാജകുമാരനെ വേണ്ടേ കല്യാണം കഴിക്കാൻ ചോദിച്ചു. ശിശുപാലനാണെങ്കിൽ രാജകുമാരനായിരുന്നു, ചേതി രാജാവാണ്, ദമഘോഷൻ്റെ മകനാണ്, ചേതി രാജാവിൻ്റെ മകനാണ്. അതുകൊണ്ട് പിന്നീട് രാജ്ഞിയായിട്ട് അവിടെ കഴിയാം. ഇവിടെ ഇപ്പോൾ രാജകുമാരിയായിട്ട് കഴിയാനൊന്നും പറ്റില്ല. അത് സങ്കടമല്ലേ രുക്മിണിക്ക് ഉണ്ടാക്കിയത് എൻ്റെ കൂടെ വന്നിട്ട്. പിന്നെ രുക്മിണി നല്ല വിദ്യാഭ്യാസം, സകലകലാവല്ലഭയാണ് രുക്മിണി. ഞാനാണെങ്കിൽ വിദ്യയൊന്നും അഭ്യസിച്ചിട്ടില്ല. നാരദ മഹർഷി പറയുണ്ടായി, വൃന്ദാവനത്തിൽ വന്നിട്ട് നാളെ മറന്നാളോ അക്രൂരം വരും, കൂടെ പോകണം, ചില കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ദിവസം മാത്രം സ്കൂളിൽ പോയിക്കോളൂ, ഒരു 64 ദിവസം പോയി പഠിച്ചോളൂ കേട്ടോ. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് 64 ദിവസം. കാരണം ഈ അവതാര കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നിടയിൽ 64 ദിവസം പഠിക്കാൻ വേണ്ടി മാത്രം ഒന്നും ചെയ്യാണ്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ട ഭഗവാനെ കുറിച്ച്. കുറച്ചൊന്നുമല്ല ചെയ്യാനുള്ളതേ കർമ്മങ്ങൾ. പഠിക്കാൻ ഗുരുകുലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെയും കൊല്ലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ആരും അങ്ങോട്ട് കൊല്ലാൻ വന്നിട്ടില്ല, യുദ്ധത്തിനൊന്നും വന്നിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടി ഒരുപാട് പേര് കൃഷ്ണാവതാരത്തിൽ കാത്തിരിക്കും. പരശുരാമാവതാരത്തിലെ സാല്വൻ മുതൽ ഈ കഴിഞ്ഞ രാമാവതാരത്തിലെ അനവധി ആൾക്കാർ കാത്തുകൊണ്ടിരിക്കണോ. ചിലരൊക്കെ വന്നു പോയി കഴിഞ്ഞു, ഗുഹൻ വന്നു കഴിഞ്ഞു, അതുപോലെ ശൂർപ്പണഖ ഇവിടെ വേഷം വന്നു, മോക്ഷം കിട്ടി. ഇനി ചില വിവിധൻ തുടങ്ങിയ ആൾക്കാരൊക്കെ വരിക. അങ്ങനെ അനവധി ആൾക്കാരുണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം വരാനായിട്ട് ഭഗവാനെ കാണാൻ.
അനുഗ്രഹം കിട്ടാൻ ഒരുപാട് ആൾക്കാർ. സാല്വൻ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ വരാനുണ്ട്. കുറച്ച് ദിവസം മാത്രം അവിടെ വിദ്യാഭ്യാസം, 64 ദിവസം മാത്രം. ആ സന്ദീപനി മഹർഷിക്ക് ഭഗവാന്റെ ഗുരുനാഥൻ എന്നുള്ള ഒരു പദവി കൊടുത്ത് അനുഗ്രഹിക്കാൻ, സന്ദീപനി മഹർഷിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് പഠിക്കാൻ വളരെ കുറച്ചേ സാധിച്ചിട്ടുള്ളൂ. നേരാവണ്ണം വിദ്യാഭ്യാസവും ഇല്ല. ഇനി എന്തെങ്കിലും സാമാന്യം തൊഴിലറിയുന്ന ആൾ പണിയെടുത്തിട്ട് കാശുണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പയ്യനെ മേയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ ചെറുപ്പത്തിൽ. വേറെ കൈത്തൊഴിലൊന്നും പഠിച്ചിട്ടില്ല. ഗുണങ്ങൾ രുക്മിണി ഒന്നും എനിക്കില്ല കേട്ടോ. രുക്മിണി സർവ്വഗുണസമ്പന്നയാണ്. ഇനി എനിക്ക് പണക്കാരായ കൂട്ടുകാരുണ്ടെങ്കിൽ തിരക്കടില്ല. അത്യാവശ്യം സഹായിക്കാനായി സമ്പന്നന്മാരായ കൂട്ടുകാർ. ഒരു കൂട്ടുകാരപ്പതാ നടക്കാൻ തുടങ്ങിയിട്ട് പല ദിക്കിലും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്തിനാ, എൻ്റെ ഭർത്താവ് ഭഗവാനെ കാണാൻ പോവുകയാണ്, കൊടുക്കാൻ എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചിട്ട്. അമ്പലത്തിൽ പോകുമ്പോഴേ ഭണ്ഡാരത്തിലുള്ള കാശ് പോലും ഇല്ല. അടുത്ത എവിടെയെങ്കിലും വീടുകളിൽ പോയിട്ട് വേണം. ഭാര്യ യാചിത്വ ചതുരോ മുഷ്ടിയും, അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ കൂട്ടുകാർ. പിന്നെ വൃന്ദാവനത്തിലുള്ള എൻ്റെ കൂട്ടുകാർ, അവരുടെ കയ്യിലൊന്നും സമ്പത്തൊന്നുമില്ല. അവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാശ് വേണം. രുക്മിണിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പട്ടുസാരി വേണം. ഗോപന്മാരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അന്നും ഇന്നും, ഇപ്പോൾ വൃന്ദാവനത്തിനാണ് വരുന്നത് എന്ന് പറഞ്ഞില്ലേ രാവിലെ എത്തിയത്, അവിടെ ഇന്നും അവിടുത്തെ വ്രജവാസികളുടെ അടുത്ത് സമ്പത്തൊന്നുമില്ല. അവർ ചെറിയ പുല്ല് കൊണ്ട് കുരുള് കെട്ടി അവിടെ താമസിപ്പിച്ച് നിൽക്കുക. പോയി കാശ് ചോദിച്ചാൽ ഒന്നും തരാനില്ല. നമ്മൾ വലുത് അങ്ങോട്ട് കൊടുത്താൽ അവർക്ക് സന്തോഷം എന്നല്ലാണ്ട് അവർക്ക് ഇങ്ങോട്ട് തരാൻ ഒന്നും മാത്രമേ ഉള്ളൂ. രാധാകൃഷ്ണ പ്രേമം എന്താണെന്ന് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും അവർ. സമ്പത്തൊന്നും ഇല്ലാത്തവരാണ് എൻ്റെ കൂട്ടുകാർ. പിന്നെ ചില ആൾക്കാർ എന്നെ ഇങ്ങോട്ട് കൂട്ടുകാരനായി കാണുന്നവർ ഹിമാലയത്തിലൊക്കെ പോയി തപസ് ചെയ്യുന്നവരാണ്. ബദരിയിലോ കേദാറിലോ ഒക്കെ പോയിട്ട് തപസ് ചെയ്യും. കാരണം ആരുമായിട്ടും കാണണ്ട, ആരുമായിട്ടും ബന്ധം വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവർ. ചിലപ്പോൾ ഒരു കോണ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഒന്നുമില്ലാത്തവരാണ് രുക്മിണി എന്നെ ആശ്രയിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്ക് രുക്മിണി ഗുണങ്ങളൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ, എന്ത് ഗുണം എന്നെക്കുറിച്ച് കേട്ടത് ചോദിച്ചു. അമ്മാവനെ കൊന്നു, ഗുണമായിട്ടാണോ? സകലമാല എനിക്ക് മനസ്സിലാവില്ല. രുക്മിണി ശ്രുത്വാ ഗുണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഗുണവും കാണാനില്ല. സാധാരണ ആൾക്കാർ ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വലുതായി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാ ജയിലിലേക്ക് പോകും. അത് ജനിച്ച് തന്നെ ജയിലില്ല. ഒരു നമ്പൂരി ട്രെയിനിൽ കയറി പോണ സമയത്ത് TTR ചോദിച്ചു അത്രേ, രുക്മിണി എങ്ങോട്ടാ യാത്ര? പറഞ്ഞു, രഘുകുലതിലകം രാമനെ പെറ്റ നാട്ടിൽ. രഘുകുലതിലകനായിട്ടുള്ള രാമനെ പെറ്റ നാട്ടിലേക്ക് അല്ലേ, എങ്ങടാ? അയോധ്യയിലേക്ക്. ഇപ്പോഴല്ലേ നമുക്ക് പോകാറായിട്ടുള്ളൂ. അദ്ദേഹം മുമ്പേ പോകാൻ തയ്യാറായി. അപ്പോൾ TTR ചോദിച്ചു, അധികാരപത്രം കാണിക്കൂ, അല്ലെ, ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതുമേ വാങ്ങിയില്ല ഞാൻ, ഇടയിലൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാശ് വേണം പിഴയതു ചെയ്യാൻ, പിഴയായിട്ട് കാശ് വേണം എന്ന് പറഞ്ഞു. കാശും കരുതിയില്ല കയ്യിൽ, കാശും കരുതിയില്ല. എന്നാൽ പോകാൻ നമുക്ക് യദുകുലനാഥൻ കൃഷ്ണനെ പെറ്റ ദിക്കിൽ. എന്നാൽ നമുക്ക് പോവാം, അങ്ങ് രഘുകുലനാഥൻ്റെ നാട്ടിലേക്ക് പോകാനല്ലേ വിചാരിച്ചത്. നമുക്ക് യദുകുലനാഥൻ പിറന്ന ദിക്കിലേക്ക് പോവാം, ജയിലിലേക്ക് പോവാന്ന്. കൃഷ്ണൻ ജനിച്ച എവിടെയാ? ജയിലിലല്ലേ. ജയിലിലേക്ക് പോവാന്ന്. ടിക്കറ്റ് കൊടുത്തിട്ടില്ല, പിഴയടയ്ക്കാൻ കാശുമില്ലെങ്കിൽ രാമനെ പെറ്റ ദിക്കിലേക്ക് പോകണ്ട, കൃഷ്ണനെ പെറ്റ ദിക്കിലേക്ക് പോവാൻ, ജയിലിലേക്ക് പോവാന്ന്. ജനിച്ചത് തന്നെ ജയിലിലാണ്. അതാണോ യോഗ്യത? രുക്മിണി കേട്ട യോഗ്യത? ജനിച്ച അന്ന് തന്നെ അച്ഛനെയും അമ്മയും വിട്ടു പോകേണ്ടി വന്നു. അത് യോഗ്യതയാണ്. കുറച്ച് വലുതായിട്ട് അച്ഛനെയും അമ്മയൊക്കെ ഒരു പദത്തിലെത്തിച്ചതിന് ശേഷം ഇങ്ങനെ അച്ഛനെയും അമ്മയും ഒരു പദത്തിലെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും മക്കളല്ലേ ഒരു പദത്തിലെത്തിക്കേണ്ടത്? അല്ല, മക്കൾ അച്ഛനെ അമ്മയെ ഒരു പദത്തിലെത്തിക്കണം. എവിടെ? ഇങ്ങനെ ഒരു മകൻ്റെ അച്ഛൻ എന്നുള്ള പേരിൽ ആണ് അച്ഛൻ അറിയപ്പെടേണ്ടത്. ഇങ്ങനെയൊരു മകൻ്റെ അയാളുടെ അമ്മയാണല്ലേ, ഇത്ര കേമനായിട്ടുള്ള ആളുടെ അമ്മയാണല്ലേ എന്ന രീതിയിൽ അച്ഛനെ അമ്മയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആരുടെ ജോലിയാ? മക്കളുടെ ജോലിയാണ്. സൽക്കർമ്മം കൊണ്ട് ആ സൽക്കർമ്മം ചെയ്ത അന്നാളുടെ അച്ഛനാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവസാനം അവരുടെ ദേഹം വിട്ടുകഴിഞ്ഞാലോ അവരെവിടെ എത്തിക്കണം? മോക്ഷപഥത്തിലെത്തിക്കണം. അപ്പോഴല്ലേ പുത്രൻ എന്നുള്ള ഒരു ചുമതലയേ ഉള്ളൂ.
അച്ഛനെയും അമ്മയും മുക്തിപദത്തിൽ അവിടെ എത്തിക്കുമ്പോഴേ ആ പുത്രൻ്റെ പദവിയാവുള്ളൂ. അവരെ ഉയർത്തി ഭഗവാന്റെ പാദത്തിൽ എത്തിക്കേണ്ട ചുമതല. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നമുക്ക് നാമം ജപിക്കാൻ പറഞ്ഞു തന്ന്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ നാമപദത്തിൽ ഇപ്പോൾ ഇവിടെ കയറ്റി ഭഗവാൻ ഇരുത്തിയെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും കാണിച്ചു തന്ന നാമമാർഗമല്ലേ ഇവിടെ എത്തുന്നത്. ഈശ്വര നിഷേധികളായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി വളർന്നു വെച്ചാൽ നാമം ജപിച്ച് എവിടത്തെങ്കിലും എത്താൻ സാധിക്കുമോ? അപ്പോൾ അച്ഛനും അമ്മയും നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നാൽ നമ്മളെന്ത് വേണം? അച്ഛനമ്മമാരെ ഉയർത്തിക്കൊണ്ട് അവരെ മോക്ഷത്തിലെത്തിക്കണം. അങ്ങടും ഇങ്ങടും ചുമതലയുണ്ട്. അതൊക്കെ എത്തിച്ചതിന് ശേഷം അതെ അച്ഛനും അമ്മയൊക്കെ സ്ഥാനത്ത് എത്തിയിട്ടോ, അവർ മോക്ഷത്തിലെത്തി. പിന്നെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. മകൻ്റെ ചുമതല മകനെ ഡ്യൂട്ടി ഏൽപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞതാ, ഈ അമ്മയെ കൂടി നോക്കണം കേട്ടോ. പുത്രോ രക്ഷതി വാർദ്ധക്യേ, വയസ്സുകാലത്ത് ഈ അമ്മ രക്ഷിക്കണേ, അമ്മയെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പുത്രനെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ വിട്ടുപോവുക. ഇത് ജനിച്ച അന്ന് തന്നെ അച്ഛനും അമ്മയും വിട്ടുപോയി. ആര്? കൃഷ്ണൻ. ഇതാണോ എൻ്റെ യോഗ്യത? ശ്രുത്വാ ഗുണമെന്നൊക്കെ പറഞ്ഞു ആദ്യം തന്നെ. അച്ഛനും അമ്മയും ജനിച്ച ഉടനെ വിട്ട് അച്ഛനും അമ്മയും വിട്ടു പോവുക. എന്നിട്ടോ ശിശുപാലൻ്റെ വാക്കായിട്ടാണ് പല ദിക്കിലും കേട്ടിട്ടുള്ളത്. വളർന്നത് ഇടയപ്പെണ്ണിൻ്റെ കൈത്തൊട്ടിലിൽ. ഇടയപ്പെണ്ണുങ്ങൾ വളർത്തി. എന്തായിരുന്നു വിനോദം? മോഷണം. പാചകം മോശമാണോ ഓരോ ദിക്കിലും? എന്നാൽ ഉണ്ടാക്കി വെച്ച റൊട്ടിയോ കൂട്ടാനോ അല്ലെങ്കിൽ പണോ ശർക്കരയോ പഞ്ചാരയോ എന്തെങ്കിലും കെട്ടുന്നിട്ടുണ്ടോ? ഒന്നുമില്ല. വെണ്ണയും പാലും തൈരും മാത്രമേ ഉള്ളൂ. കട്ടെടുത്തുകൊണ്ട് ശീലിച്ചു. ഇതാണോ ഗുണം? അമ്മാവനെ കൊല്ലുക, പശുക്കുട്ടിയെ കൊല്ലുക, പാമ്പിനെ കൊല്ലുക, കാളയെ കൊല്ലുക, കുതിരയെ കൊല്ലുക. രുക്മിണി, ഇതിലെന്ത് ഗുണം കണ്ടിട്ടാണ് എൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോന്നത്? പറയൂ. എത്ര അബദ്ധമായി കാണിച്ചത്. ഒരു കാര്യം ചെയ്യൂ രുക്മിണി, ശിശുപാലന് ഇപ്പോഴും രുക്മിണിയോടുള്ള പ്രേമം ഒട്ടും കുറഞ്ഞിട്ടില്ല. പൊക്കോളൂ. ഈ രുക്മിണി പോയി വിചാരിച്ച് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇവിടെ 16,107 പേര് ബാക്കിയുണ്ട്. പൊക്കോളൂ എന്ന് പറഞ്ഞ ഭഗവാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു. അത്രേ. ശിശുബ്രഹ്മർഷി പറയുക, ആ രുക്മിണിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആദ്യം ഞാൻ കത്തയച്ചപ്പോഴേക്കും വന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലേ? എനിക്ക് ശേഷം വന്നവരല്ലേ ബാക്കിയുള്ള 16,107 പേരും. ഞാൻ ആദ്യം വന്നതല്ലേ എന്ന ഭാവത്തിൽ എന്തെങ്കിലും ഒരു ഭാവം ഉള്ളിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദർപ്പം ഉണ്ടെങ്കിൽ, ഒന്നുമില്ല എന്ന് ഭഗവാൻ അറിയാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഈ ഭഗവാൻ പറഞ്ഞപ്പോൾ രുക്മിണി ഇനിയിപ്പോൾ എന്താ പറയുകയെന്നറിയാൻ വേണ്ടി കുറച്ചു നേരം കണ്ണടച്ചിരുന്ന ഭഗവാൻ കണ്ടത്, കാണുകയല്ലാണ്ടായത് കേട്ടത് വ്യജനം പപാത. രുക്മിണിയുടെ കയ്യിലുള്ള വളകളൊക്കെ താഴെ വീഴുന്നതാ. ദേഷ്യം വന്ന് എന്നെ ഉപേക്ഷിക്കുകയാണ് അല്ലേ, പിന്നെ എന്തിനാ കത്തയച്ചപ്പോഴേക്കും എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് വളകളൊക്കെ ഊരി വലിച്ചെറിയണ ശബ്ദമാണോ കേട്ടത്? അല്ല, കണ്ണൻ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന് കേട്ടപ്പോഴേക്കും ഭഗവാൻ ഉപേക്ഷിച്ചാൽ പിന്നെ ഈ ലോകത്ത് എന്ത് ഗതി? ആർക്ക് എന്ത് ഗതി? പ്രഹ്ലാദൻ പറയുന്നില്ലേ, ഭഗവാനെ ബാലസ്യനേഹചരണം പിതരോ നൃസിംഹ. ബാലന്മാർക്ക് അച്ഛനും അമ്മയാണ് രക്ഷ എന്ന് വിചാരിക്കണോ? അല്ല, ഭഗവാനാണ്. രോഗിക്ക് വൈദ്യനല്ല രക്ഷ. വൈദ്യൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ച് അത് ആ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവന് തോണി കിട്ടിയിട്ട് കാര്യമില്ല. കാറ്റ് അനുകൂലമാവണം. മയ അനുകൂലേന. കാശിൽ കേൾക്കാം, എൻ്റെ അനുകൂലമായ കാറ്റുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നറിയാം. ഭഗവാൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് എനിക്കെന്നല്ല, ഈ ലോകത്തിൽ ആർക്കുണ്ട്? ഭഗവാൻ കൈവിട്ടാൽ പിന്നെ ഭഗവാനെ അവിടുന്ന് ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കണില്ലേ? അവിടുന്ന് ഉപേക്ഷിച്ചാൽ പിന്നെ ലോകത്ത് ആരും രക്ഷിക്കാനായിട്ടില്ല. ഭഗവാൻ ഉപേക്ഷിക്കുകയാണ് തന്നെ. പൊക്കോളൂ എന്ന് പറയുകയാണ്. ആ കയ്യിലെ ആലവട്ടോ വെഞ്ചാമറോ ആ വീശിക്കൊണ്ടിരിക്കുന്നതൊക്കെ താഴെ വീണു. രുക്മിണി അങ്ങോട്ട് മെലിഞ്ഞു പോയി എന്നാണ്. മെലിഞ്ഞങ്ങോട്ട് പോയപ്പോഴേക്കെന്തായി? കയ്യിലുള്ള വളകൾ ഊരി വീണു. ആ വളകൾ വീഴുന്ന ശബ്ദം കേട്ട് ഭഗവാൻ നോക്കുമ്പോൾ വളകൾ മാത്രമല്ല വീണത്, വളകൾ വീണു. ഇനിയിപ്പോൾ അടുത്ത് വീഴാൻ പോണത് ആരാ? രുക്മിണിയാണ്. പ്രിയായ പ്രേമബന്ധനം. ഭഗവാൻ ആദ്യം എണീക്കുന്നതിൻ്റെ മുമ്പ് രുക്മിണിയെ പ്രേമം കൊണ്ടൊന്ന് ബന്ധിച്ചു അത്രേ. ഒരാളെ കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് പോണതിൻ്റെ മുമ്പ് മനസ്സുകൊണ്ടൊരു തീരുമാനം വേണ്ടേ? ഞാൻ അങ്ങോട്ട് ചെല്ലും ആളെ കെട്ടിപ്പിടിക്കും എന്നുള്ളതിന് മനസ്സിലുള്ള ഒരു തീരുമാനം എടുക്കലുണ്ടല്ലോ. ഭഗവാൻ ചാടി എണീറ്റു. താമുദ്ധാപ്യ ചതുർഭുജ. എണീറ്റപ്പോൾ 4 കയ്യാ. മുമ്പ് മുജുകുന്ദൻ്റെ മുമ്പിൽ 4 കയ്യോടുകൂടി പ്രത്യക്ഷപ്പെട്ടത് കേട്ടു സ്വയംവരത്തിന് മുമ്പ്.
പിന്നെ 4 കൈ കൃഷ്ണാവതാരത്തിലെടുത്തത് ഇവിടെയാണ്. ആ 4 കൈകളോടുകൂടി രുക്മിണിയെ എടുത്ത് അവിടെ ആ ആട്ടുതൊട്ടിലെ കട്ടിൻ്റെ മുകളിൽ കിടത്തി ഭഗവാന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടത്തി, രുക്മിണി എണീക്കൂ, രുക്മിണി രുക്മിണി കണ്ണ് തുറക്കൂ. ഉത്തരീയം കൊണ്ട് കഴുത്തിലെയും മുഖത്തെയും ആ വേർപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. കണ്ണ് തുറക്കണില്ല. നമ്മളൊക്കെ വയ്യാണ്ടേ ആയാൽ, യാത്ര ചെയ്യുമ്പോൾ വയ്യാണ്ടേ എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി അല്ലേ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, സമാധാനമായി. ഭഗവാൻ മനസ്സിലായി, രുക്മിണിക്കും രുക്മിണിയുടെ സ്ഥലത്ത് എത്തിയാൽ സമാധാനമാവും. രുക്മിണിയുടെ സ്ഥലം എവിടെയാ? ഭഗവാന്റെ മാറിലല്ലേ രുക്മിണിയുടെ സ്ഥലം. ഇപ്പം എവിടെയാണ് കിടക്കണത്? മടിയിലാണ് കിടക്കണത്. ആ മടിയിൽ കിടക്കണ ആ രുക്മിണിയെ തലയെടുത്ത് ഭഗവാൻ തന്നെ മാറോടങ്ങോട്ട് ചേർത്തപ്പോഴേക്കും പെട്ടെന്ന് രുക്മിണി കണ്ണു തുറന്നു അത്രേ. കാരണം അന്ന് പാലാഴിമന സമയത്ത് ഭഗവാന്റെ ആ മാറിൽ സ്ഥാനം കൊടുത്തതാ. അവിടെ എത്തിയപ്പോൾ അതാ എൻ്റെ സ്ഥലമായി, എൻ്റെ സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറക്കി വിട്ടില്ലല്ലോ. മനസ്സിൽ നിന്നും ഭഗവാൻ തന്നെ ഇറക്കി വിട്ടിട്ടില്ല. പൊക്കോളൂ എന്ന് പറഞ്ഞെങ്കിലും അത് വാക്കിൽ മാത്രമേ ഉള്ളൂ. ഭഗവാൻ തന്നെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടില്ല. മാറോട് ചേർത്തപ്പോൾ കണ്ണു തുറന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ രുക്മിണി ഇത് എന്ന് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബോധം കെട്ട് വീഴുകയെ, ഇങ്ങനെ ക്ഷീണിക്കുകയെ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? രുക്മിണി ഇങ്ങോട്ട് എന്തെങ്കിലും പറയണത് കേൾക്കാൻ വേണ്ടി. ത്വദ്വജശ്രോതുകാമേന, രുക്മിണി എന്ത് പറയണമെന്ന് കേൾക്കാൻ വേണ്ടി. കുടുംബജീവിതത്തിൽ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഭഗവാന്റെ നിത്യകർമ്മങ്ങൾ 70-ാമത്തെ അധ്യായത്തിൽ കാണാം, 69-ൽ കാണാം. ഒരു ദിക്കിലും ഭഗവാൻ അടങ്ങിയിരിക്കണില്ല എന്നുള്ളത്. എല്ലാ ദിക്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുക. ഒരു നല്ല ഗൃഹസ്ഥന് വെറുതെ ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. നാരദ മഹർഷി പരീക്ഷിച്ച് കാണുന്നു. ഭഗവാന്റെ നിത്യകർമ്മങ്ങളെക്കുറിച്ച് 70-ാമത്തെ അധ്യായത്തിൽ പറയണു, ഭഗവാന് നേരമില്ല. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ 3 മണിക്ക് മേശാന്തി നട തുറക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാൻ എണീറ്റ് മേശാന്തിയെ ഉണർത്താനുള്ള ആളെ ഉണർത്തണം. മേശാന്തിയെ ഉണർത്തിയിട്ട് കാര്യമില്ല, മേശാന്തിയെ ഉണർത്താനുള്ള ആളെ ഉണർത്തണം. എന്നിട്ട് അയാൾ വേണം പോയിട്ട് അത് ഇവിടുന്ന് സമയമായി, ഞാൻ പോകാറായി എന്ന് പറഞ്ഞാൽ പിന്നെ മേശാന്തി 2:25 അവിടെ എത്തി. 2:30-ക്ക് കുളിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മേശാന്തി കുളിച്ച് അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് സേവകന്മാർ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടാവും. എന്നാലും എന്തെങ്കിലും നൂലോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഗുരുവായൂരപ്പൻ നോക്കണം. ഇല്ലെങ്കിലോ മേശാന്തി വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അടിച്ചു വാരിയപ്പോൾ പോവാത്ത എന്തെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും. ഗുരുവായൂരത്തിലെ ആൾക്കാർ വരുന്നത്, ആരെങ്കിലും മുടിയെങ്കിലും കൊഴിഞ്ഞത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് മേശാന്തി ചവിട്ടാണ്ടിരിക്കാൻ അതൊക്കെ പെറുക്കി വൃത്തിയാക്കണം. പിന്നെ രാത്രി കൃഷ്ണാട്ടം കൂടി കഴിഞ്ഞാൽ പിന്നെ എവിടെയാ സമയമുള്ളത്? ഉച്ചയ്ക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നു ഉത്തര വിശ്രമിക്കാൻ. അതായത് ഉച്ചപൂജ കഴിഞ്ഞാൽ അമ്പലപ്പുഴയ്ക്ക് പോകും പാൽപ്പായസം കഴിക്കാൻ. അത് കഴിഞ്ഞ് 4:30-ക്ക് എത്തിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് മണ്ഡലക്കാലാകുമ്പോൾ 3:30-ക്കേ നട തുറക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം 1 മണിക്കൂർ വേഗത കൂട്ടി ഓടിയെത്തണം തിരിച്ചിങ്ങോട്ട്. 3:30-ക്ക് ഇവിടെ ആൾക്കാർ കാണാനായിട്ട് വന്ന് നിൽക്കും. എവിടെയാ സമയമുള്ളത്? സമയമില്ല ഭഗവാന്. ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയ്ക്ക് രുക്മിണി ഈ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയായിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങ് സല്ലാപങ്ങൾ നടത്തുക, ഈ ഭാര്യയുടെ പരിഭവം കേൾക്കുക അല്ലേ, ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അത്രേ. ഭാര്യ ഇങ്ങനെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴല്ല, ഭാര്യ എന്തെങ്കിലും എന്നാലും എന്നോട് വരാമെന്ന് പറഞ്ഞിട്ട് വഴുകിയില്ലേ, എത്ര നേരമായി കാത്തിരിക്കണോ, ആ പരിഭവം കേൾക്കാൻ എന്ത് ഇഷ്ടം അറിയും ഭർത്താക്കന്മാർക്ക്. ഇടയ്ക്ക് പരിഭവിച്ചോളൂ കേട്ടോ. പരിഭവം ഇല്ലയെന്നെങ്കിൽ ഭർത്താക്കന്മാർ പരിഭവിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചിലപ്പോൾ നേരം വഴുകണതും ചിലപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരാത്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മറന്നിട്ടല്ല. പരിഭവിക്കുന്നു നീ എന്നാൽ എനിക്കു നിൻ പരിഭവം കാണാനും മോഹം. അതൊരു ഭക്തൻ ഭഗവാനോട് പറഞ്ഞതാണ് കേട്ടോ. ഭഗവാൻ പരിഭവിക്കുകയാണെങ്കിൽ ഭഗവാന്റെ പരിഭവം കാണാൻ മോഹമാണ് എന്ന്. അതിനുവേണ്ടി ഗോപികമാരും പലതും കാണിച്ചിരുന്നു. ഇവിടെ കൃഷ്ണൻ രുക്മിണിയുടെ പരിഭവം കാണാൻ വേണ്ടിയിട്ട്, രുക്മിണി ഞാൻ നിന്നെ ഉപേക്ഷിക്കുമോ ചോദിച്ചു. എന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കുന്ന ആളാണെന്ന് രുക്മിണി എവിടെയെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കഥയിൽ കേട്ടിട്ടുണ്ടോ എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ ഉപേക്ഷിച്ചതായിട്ട്? ഞാൻ എന്തെങ്കിലും കുലം നോക്കും എന്ന് നോക്കിയിട്ടുണ്ടോ? മഹാബലി എന്ന അസുരനെ കാവൽക്കാരനായിട്ട് നിൽക്കണ എന്നെ അറിയില്ലേ രുക്മിണിക്ക്? അസുരന് കാവൽക്കാരനായി നിൽക്കുക, ഒരാളും അങ്ങോട്ട് പോവാണ്ടേ. രാവണൻ മഹാബലിയെ ജയിക്കാന്ന് പറയും, എന്നെ ജയിക്കണം എന്ന് പറഞ്ഞ് കാവൽ നിന്ന് വാമനമൂർത്തിയെ അവഗണിച്ചുകൊണ്ട് കടക്കാൻ നോക്കിയപ്പോഴേക്കും കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തട്ടി പറത്തി വിമാനം ഇല്ലാണ്ട് ലങ്കയിലെത്തിച്ച ആളാ. കഥ കേൾക്കായല്ലോ രുക്മിണി. പിന്നെ എന്തിനെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞോ പരിഭവിക്കാൻ കാരണം? എൻ്റെ കഥ കേട്ടു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിഭവിക്കുമോ? രുക്മിണി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല കേട്ടോ. എന്നെ പ്രേമിക്കുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. എന്നെ കാണാതെ തന്നെ എൻ്റെ കൂടെ മതി ജീവിതം
എന്ന് ഉറപ്പിച്ച്, ആരൊക്കെ എതിർത്താലും എന്നെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് വന്നയാളല്ലേ. ഒരിക്കലും രുക്മിണി ഞാൻ ഉപേക്ഷിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു ഒന്നുകൂടി മാറോട് ചേർത്തപ്പോഴേക്കും ആ രുക്മിണി പതുക്കെ എണീറ്റ് നിന്നു, ഭഗവാന്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് എന്തെങ്കിലും പരിഭവം അങ്ങോട്ട് പറയണം അല്ലേ, പരിഭവം കേൾക്കാനാണ്. എങ്ങനെയാ ഈ ഭർത്താവിനോട് പരിഭവം പറയുക എന്നറിയില്ല. പാർവതി ദേവിയോടൊന്ന് ചോദിച്ചു വെക്കാം, പരിചയമുള്ള ആരോടൊന്നും ചോദിക്കണ്ടേ. രുക്മിണിക്ക് ശേഷം വന്ന ഭാര്യമാരാണ് സത്യഭാമാദികളൊക്കെ അവിടെ. അവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, ഒരു ഇടത്തേക്ക് അറിയാത്തതാണോ അപ്പം ഞങ്ങൾക്ക് അറിയുക. ചോദിച്ചു, പാർവതിയോട് ചോദിച്ചു അത്രേ. പാർവതി എപ്പോഴെങ്കിലും പരിഭവിക്കേണ്ടായിട്ടുണ്ടോ മഹാദേവനോട്? ഒരിക്കലുണ്ട്. ഗണപതിയുടെ കൊമ്പൊടിച്ചപ്പോൾ ഒന്ന് പരിഭവം പറയുകയുണ്ടായി. അതിന് കുറച്ച് ഒരുങ്ങാനുണ്ട്. വള്ളത്തോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഭർത്താവിനോട് പരിഭവം പറയുമ്പോൾ ഒന്ന് ഒരുങ്ങണം അത്രേ. എന്താ വള്ളത്തോൾ പറഞ്ഞത്? ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞവാർ പൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. അഴിഞ്ഞു കിടക്കണം മുടി ഇടത്തെ കൈ കൊണ്ടൊന്ന് ഒതുക്കി വെച്ച് ഭർത്താവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് തുറിച്ച കൺകൊണ്ടൊന്ന് നോക്കിയിട്ട് കണ്ണുരുട്ടി നോക്കിയിട്ടൊക്കെ വേണം പരിഭവം പറയാമെന്നാണ്. ഈ രുക്മിണി മുടിയൊക്കെ അഴിഞ്ഞു കിടക്കുക, ഇടത്തെ കൈ കൊണ്ടൊക്കെ ഒതുക്കി നോക്കി, പക്ഷേ തുറിച്ച് നോക്കാൻ പറ്റണില്ല എന്നാ. കാരണം ആ ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണൻ്റെ പുഞ്ചിരിക്കുന്ന മുഖത്ത് നോക്കിയിട്ട് ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ആ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, കണ്ണുരുട്ടി നോക്കാൻ പറ്റുമോ ഭഗവാനെ? സാധിക്കില്ല. രുക്മിണി ഒന്ന് കണ്ണടച്ചു നോക്കി, കണ്ണടച്ചപ്പോൾ രുക്മിണിയുടെ ഹൃദയത്തിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ദേഷ്യം വരുമോ? ദേഷ്യപ്പെടാൻ പറ്റണില്ല. ഭഗവാൻ പറഞ്ഞു, രുക്മിണി പറഞ്ഞു, എനിക്ക് അങ്ങയോട് പരിഭവം പറയാനൊന്നും പറ്റില്ല, പക്ഷെ ഒന്ന് പറയാം, ഞാൻ അങ്ങയെ സ്വീകരിച്ചത് നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ ചിലതൊക്കെ ശരിയാ, എന്താ നമ്മൾ തമ്മിൽ ചേരില്ല എന്നുള്ളത് ശരിയാ, പക്ഷേ ചേർച്ചയ്ക്ക് പോരായ്മകൾ അങ്ങേക്കല്ല ഭഗവാനെ, എനിക്കാണ് ഉള്ളത്. അങ്ങ് പറഞ്ഞു അങ്ങ് ഭഗവാൻ കടത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്. ഭഗവാൻ ശരീരമല്ലല്ലോ, ജീവനല്ലേ ഭഗവാൻ. ഒരു ജീവന് കറുപ്പോ വെളുപ്പോ തടിക്കലോ മെലിയലോ ആരോഗ്യമോ രോഗമോ വല്ലതുമുണ്ടോ? ജീവനായ ഭഗവാനും വെറും ശരീരമായ ഞാനും തമ്മിൽ ചേരില്ല അല്ലേ. എവിടെയെങ്കിലും ശരീരവും ജീവനും തമ്മിൽ ചേർന്നിട്ടുണ്ടോ? അകത്തങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറയും എനിക്ക് ശരീരം പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ജീവൻ എന്ത് ചെയ്യും? വിട്ടുപോകും. ചിലപ്പോൾ ഒരു 10-50 കൊല്ലം 60 കൊല്ലം ചിലപ്പോൾ 100 കൊല്ലമൊക്കെ നോക്കിന്ന് വരും. കുറേ കാലം 10-70 കൊല്ലമായി ഞാൻ ഇവിടെ ചേർന്നിരിക്കാൻ പറ്റുമോ നോക്കണോ? ഒന്നിങ്ങോട്ട് നോക്കണ പോലും ഇല്ല ഹൃദയത്തിലേക്ക്. പുറത്തേക്കല്ലാണ്ട് ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ എത്ര പേര് നോക്കാറുണ്ട്? ചേരില്ല എന്ന് പറയുക. അവസാനം എന്ത് ചെയ്യും? എണീറ്റ് പോവും, ജീവൻ വിട്ടുപോകും. ശരീരവുമായിട്ട് ചേരുന്നില്ല, കുറച്ച് നേരം നിൽക്കണേ ഉള്ളൂ. പരമാവധി ഒരു 100 കൊല്ലം വരെയൊക്കെ നിൽക്കുമ്പോൾ കഴിഞ്ഞാൽ ഭഗവാനെ ജീവനായ അങ്ങും ശരീരമായ ഞാനും ചേരില്ല. പിന്നെ വെളുത്ത ശരീരം എൻ്റെ എന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ പുറം മാത്രമല്ലേ വെളുപ്പുള്ളൂ, അകത്ത് വലുതും ഉണ്ടോ? രക്തം, കഫം, മലം, മൂത്രം, മജ്ജ, മാംസം, അസ്ഥി ഇതൊക്കെ അല്ലാണ്ട് അതിൽ നല്ലത് വല്ലതും ഉണ്ടോ ചോദിക്കുക. മലിനമായ വസ്തുക്കൾ നിറച്ച ശരീരത്തോടു കൂടി ഞാനും, ശരീരത്തിൽ അഭിമാനിക്കുന്നവർ എങ്ങനെയാ ഭഗവാനുമായിട്ട് ചേരാൻ സാധിക്കുക? രുക്മിണി പറഞ്ഞു തരുന്നത്, ശരീരസുഖങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരാൾക്ക് മനസ്സിൽ ഭഗവാനെ കുടിയിരുത്താൻ പറ്റില്ല, നമ്മൾ തമ്മിൽ ചേരില്ല. ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ കൂടെയുള്ളവർക്കൊന്നും സമ്പത്ത് ഇല്ല. ഭഗവാനാണ് സമ്പത്ത്. ഭഗവത് ഭക്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്തിനെ നേടിയവരാണ് ബാക്കി ഒന്നും വേണ്ട, വീടും വേണ്ട, രാജ്യവും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടനായ മകൻ കാരണം അങ്കൻ ഭഗവാൻ മതി എനിക്ക് എന്ന് പറഞ്ഞു പോയി. കേമനായ മകൻ കാരണം നാഭി കാട്ടിലേക്ക് പോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഋഷഭദേവൻ മകനുണ്ട്, ഞാൻ ഈശ്വരനെ ആരാധിച്ച് പോവുക. മക്കൾ നന്നായവരും മക്കൾ ചീത്തയായവരും സുഖം അനുഭവിച്ചവരും ദുഃഖം അനുഭവിച്ചവരും ലോകം മുഴുവൻ തൻ്റെ കൈപ്പിടിയിൽ ഒടുക്കിയ ആളുകൾ പോലും ഒരു കാലത്ത് അതൊക്കെ വിട്ടിട്ട് ഇതിനേക്കാളൊക്കെ വലുത് ഭഗവാനാണ്. നവമസ്കന്ധത്തിൽ കാണാം, എത്രയോ രാജാക്കന്മാർ അധികാരമൊക്കെ വിട്ട് മക്കളെ പരിണമേൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ ആ വിദർഭ രാജാവും കുട്ടികളെ ഭരണം ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോയി എന്നാണ് കഥയിൽ. എല്ലാവരും ഭഗവാനെ ആണ് ഏറ്റവും വലിയ സമ്പത്ത്, അവസാനം നേടിയെടുക്കേണ്ടത് ഭഗവാനെയാണെന്ന് മനസ്സിലാക്കി ആരാധിക്കാൻ കാട്ടിലേക്ക് പോവുക. കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മഹാദേവനോട് പോയിട്ട് പറയും അല്ലേ. വലിയൊരു കാട്ടിയിലകപ്പെട്ടു ഞാനും അവിടുന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയും. മഹാദേവൻ്റെ കഥയിൽ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ വൈക്കത്തപ്പനോട് പ്രാർത്ഥിക്കും. ഇവിടെ സംസാരമാകുന്ന കാട്ടിൽ നിന്ന് ഭഗവത് കഥകളാകുന്ന
ആ കാട്ടിലേക്ക് പോവുക. ആ ഭഗവത് കഥകളാവുന്ന കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പുറത്ത് കിടക്കുകയേ വേണ്ട എന്നാണ്. ഭഗവത് കഥകളാകുന്ന സമുദ്രം എന്നൊക്കെ പറയും. ഭഗവത് കഥകളാവുന്ന സമുദ്രത്തിൽ മുങ്ങി ശ്രീ ശുഖബ്രഹ്മർഷി ഒരു കഥ എടുത്ത് കൊണ്ടുവന്നു എന്നൊക്കെ കാണാം. ഞാൻ പറഞ്ഞു സംസാര സാഗരത്തിൽ മുങ്ങരുതേ എന്ന് പറയണു. അപ്പുറത്ത് ഭഗവത് കഥകളാകുന്ന സാഗരം. കാട്ടിൽ നിന്ന് സംസാരക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഭഗവത് കഥകളാകുന്ന കാട്ടിലേക്ക് ഭഗവാൻ ആരാധിക്കാൻ പലരും കാട്ടിലേക്കാണ് പോയത്, പർവ്വതങ്ങളിലേക്കാണ് പോണത്. കാരണം അവിടെ ഭഗവാനല്ലാണ്ട് വേറെ ആരുമില്ല. ഭഗവാനെ അവിടുന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞു. വിദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ആ ഭഗവാനെ അറിഞ്ഞയാളാണ് വിദ്യാഭ്യാസം നേടിയ ആൾ. ഞാനാണെങ്കിൽ നേടിയ വിദ്യയ്ക്കൊരു പരിധിയുണ്ട്. ഭഗവാൻ വിദ്യാസ്വരൂപനാണ്. ഭഗവാൻ നിഷ്കിഞ്ചനാണ്. സമ്പത്തൊന്നുമില്ല എന്ന് പറഞ്ഞു ഭഗവാന്. ഭഗവാനിൽ വേറെ സമ്പത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാനാണ് സമ്പത്ത്. ആ ഭഗവാനെ ആദ്യമേ നേടിയെടുത്ത ആളാണ് സുദാമാവൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ ദരിദ്രൻ എന്ന് പറഞ്ഞിട്ടില്ല. ലാഭോ മൽ ഭക്തി, എന്നിലുള്ള ഭക്തിയാണ് ലാഭം. ഭഗവാനെ, ഈശ്വരനായ ത്രൈലോക്യനാഥനായ ഭഗവാനെ, എൻ്റെ യോഗ്യതകളും ചിന്തിക്കാണ്ട് ഞാൻ പ്രേമിച്ചു എന്നുള്ള ഒരബദ്ധം ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് രുക്മിണി ആ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ, ഭഗവാനെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഓരോരുത്തരും ഭഗവാനെ ഓരോ രീതിയിലും ചെറുപ്പം മുതൽ ആരാധിക്കും. എന്തിനു വേണ്ടി? ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ആത്മീയ സുഖത്തിന്, മനസുഖത്തിന് വേണ്ടിയിട്ട്, മനസമാധാനത്തിന് വേണ്ടിയിട്ട്. ഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രാർത്ഥിക്കലില്ല. എന്നാൽ ഭഗവാന്റെ പാദം ചെറുപ്പത്തിൽ ആരാധിച്ച് തുടങ്ങാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഭർത്താവായാലും ഭാര്യയായാലും അവർ ഭാരമായിട്ട് മാറും. എന്താ കാരണം? അവനവൻ വേണ്ട പോലെ ഈശ്വരനെ ആരാധിക്കാത്തത് കൊണ്ട്. ചെറുപ്പത്തിൽ ഈശ്വരനെ ആരാധിച്ച് ഭഗവത് കഥകൾ കേട്ട എനിക്ക് എൻ്റെ ഭർത്താവ് ഒരിക്കലും അയോഗ്യനല്ല, പരിപൂർണ യോഗ്യനായിട്ട് തന്നെയാണ് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത്. ഇതേ ചിന്ത പാലാഴിമതൻ സമയത്തും വവ്രേവരം സർവഗുണൈരപേക്ഷിതം രമാമുകുന്ദം എന്ന് കാണാം. പല പല ഗുണങ്ങളുള്ള ആളുകൾ, പല പല ദോഷങ്ങളുള്ള ആളുകളെ കണ്ടു ഇത്രയും മഹാലക്ഷ്മി പാലാഴി തീരത്ത്. പക്ഷേ അവരിൽ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരേ ഒരാൾ മുകുന്ദനാണെന്ന് ചിന്തിച്ചാൽ മുകുന്ദനെ വിവാഹം കഴിച്ചു. അതേ ഭാവം തന്നെ ആ മഹാലക്ഷ്മി തന്നെയാണ് ഒരു രുക്മിണിയായിട്ട് വന്നതും ഭഗവത് കഥകൾ കേട്ട് 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 ഭഗവാനെ പ്രാപിച്ചതും. അന്നും ചെറിയൊരു ദോഷം ഭഗവാനിലുണ്ടായിരുന്നു എന്ന് ചില ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ? രുക്മിണിക്ക് ഭഗവാനെ വേണമെന്ന് മോഹമില്ല അത്ര. തിരിച്ചിങ്ങോട്ട് ഭഗവാന് മഹാലക്ഷ്മിയെ വേണമെന്ന് മോഹമില്ല. ഭഗവാന് വല്ല മോഹമുണ്ടോ? മോഹത്തിന് മുഴുവൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഭഗവാൻ ഇങ്ങോട്ട് ഇഷ്ടമില്ല അത്ര. ഇഷ്ടമെന്നല്ല, ബാക്കിയുള്ളവർക്കൊക്കെ മോഹമുണ്ട്. മഹാലക്ഷ്മിയെ കിട്ടിയാൽ തിരക്കടില്ല, കിട്ടിയാൽ തിരക്കടില്ല എന്ന്. മഹാവിഷ്ണുവിന് മാത്രം എന്തില്ല? മഹാലക്ഷ്മിയോട് മോഹമില്ല. അതൊരു സാരമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് രുക്മിണി അവിടെ മഹാലക്ഷ്മി പാലാഴി തീരത്ത് വെച്ച് മുകുന്ദനെ സ്വീകരിച്ചതുപോലെ എല്ലാ ഗുണങ്ങളും, ഈ ഗുണങ്ങളൊക്കെ മതി എൻ്റെ ഭർത്താവിന്, ഇതിനേക്കാൾ ഗുണങ്ങളുള്ള ഒരാളെ ഇനി കിട്ടാനില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഞാൻ അങ്ങേക്ക് കത്തയച്ചതും അങ്ങയുടെ പത്നീപദത്തിലിരിക്കണതും. ഭഗവാൻ തിരിച്ചു പറയുക, രുക്മിണി നന്നായി, എന്നെയാ വേണ്ടത്. ഓരോ ദമ്പതിമാരും അവരുടെ ജീവിത പങ്കാളിയുടെ ഗുണങ്ങളെ മാത്രം തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തെ ഡൈവേഴ്സിന് ഒരു കേസ് പോലും ഉണ്ടാവില്ല, ഒരു കേസ് പോലും ഉണ്ടാവില്ല. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസ് ഉള്ളത് എവിടെയാ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകൾ. എന്തേ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ജീവിത പങ്കാളിയുടെ ഗുണങ്ങളെ തിരിച്ചറിയണില്ല. ദോഷം കണ്ടിട്ടല്ലേ ഭാര്യ അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞ ഡൈവേഴ്സ്, ഭർത്താവ് ശരിയില്ല എന്ന ഡൈവേഴ്സ്. ജീവിത പങ്കാളിയുടെ ഗുണങ്ങളെ തിരിച്ചറിയണം. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആചരിച്ച് കാണിച്ചു തന്നതാണ്. എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പല പല ജീവിത തിരക്കുകൾക്കിടയിലും ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കണം.
ഭാര്യയുടെ ഗുണങ്ങളെ മനസ്സിലാക്കണം. സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കിയാൽ ദാമ്പത്യ ജീവിതം പോലെ ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം വേറെ ഇല്ല. അച്ഛനും മകനും ഇതുപോലെ സുഖം കിട്ടുമോ? അമ്മയും മകളും, ഏട്ടനും അനിയത്തിയും, അനിയനും ഏട്ടനും ഇതുപോലെയുള്ള ആനന്ദം കിട്ടുമോ? അത് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് ശരീരവും മനസ്സും ഏകമായി അതിയായ പ്രേമം. ഗുരുനാഥൻ പറയാറുണ്ട്, പ്രേമിച്ച് തന്നെ കല്യാണം കഴിക്കാവൂ, ഇല്ലെങ്കിലോ കല്യാണം കഴിഞ്ഞാലെങ്കിലും പ്രേമിക്കണം എന്ന്. കല്യാണം കഴിഞ്ഞാലെങ്കിലും നമ്മൾ പ്രേമിച്ചാൽ മതി. ആ രുക്മിണീകൃഷ്ണ വിവാഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയണത്? അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലാപലീലയോടും ധന്യാസോ ദുർലഭ ദാമ്പത്യത്തെ മന്നീലവരനുഷ്ഠിച്ചു നീണാൾ. അന്യോന്യം അത്യന്ത പ്രേമത്തോടുകൂടി, അന്യോന്യ സല്ലാപലീലയോടുകൂടി, ധന്യവും സുദുർലഭം മറ്റൊരാൾക്കും കിട്ടാത്ത അത്ര ആനന്ദത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതത്തെ ആ രുക്മിണീകൃഷ്ണന്മാർ നയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമ്മളും ആ കുടുംബജീവിതം രണ്ടുപേര് ചേരുന്ന സമയത്ത് ആനന്ദം നൽകുന്നതായിട്ടുള്ള ആ ഒരു ജീവിതം എല്ലാവർക്കും ലഭിക്കട്ടെ. ആനന്ദം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറേ പ്രായമായി, ഇനിയിപ്പോൾ ആ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ കിട്ടുമോ? സല്ലാപത്തിനൊക്കെ ഇനി സമയമുണ്ടോ? ഉണ്ട്. എന്തായാൽ മതി? മറ്റൊരു മംഗളം കൂടിയില്ലേ? ഏതാ? ജീവനാം വൈദർഭി തന്നൂടെ ഭക്തിയാം ഭാവത്താൽ ശ്രീകൃഷ്ണൻ തോഷിക്കവേ. കല്യാണം കഴിഞ്ഞ് യുവാക്കളോ യുവതികളോ ആണെങ്കിൽ പ്രേമസല്ലാപാവാം. കുറേ വയസ്സായി, ഇനിയിപ്പോൾ ആരോട് സല്ലപിക്കാൻ? സല്ലപിച്ചോളൂ. ആരുണ്ട് ഇവിടെ? പതിയായിട്ട് ഗുരുവായൂരപ്പനുണ്ട്. ഭാര്യ ആരാ? വൈദർഭി. ജീവൻ. ജീവനാം വൈദർഭി തന്നെ ജീവനാകുന്ന നമ്മുടെ ഭക്തിയാം ഭാവത്താൽ ശ്രീകൃഷ്ണൻ തോഷിക്കട്ടെ. നമ്മൾ വൈദർഭിമാരാവുക. പുരഞ്ജനോപാഖ്യാനത്തിലില്ലേ വൈദർഭിയുടെ കഥ? വൈദർഭിയായിട്ട് ആ മലയധ്വജനെ കല്യാണം കഴിക്കണോ? നമ്മൾ ആരെ കല്യാണം കഴിച്ചോളൂ? ജീവൻ ഭഗവാനിലേക്ക് ഒരു മാല കൊണ്ട ചാർത്തിക്കോളൂ. ഏത് മാല? ഏത് പൂക്കളെ കൊണ്ട്? പ്രേമമാം പൊന്നൂലിൽ നമ്മൾ കോർത്തുള്ളോരാ നാമസ്വരൂപമാം മാല്യത്തെയും സാമോദം ശ്രീഹരി മാറിയിലാണിയട്ടെ. രുക്മിണി അർപ്പിച്ച മാല പോലെ പ്രേമമാകുന്ന സ്വർണത്തിൻ്റെ നൂലിൽ നാമങ്ങളാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് ഒരു മാല കെട്ടി ആ കണ്ണൻ്റെ കഴുത്തിൽ അണിഞ്ഞാൽ ആർക്ക് വേണേം കൊണ്ടുപോയി അണിയിക്കാം. എന്തേ വേണ്ടൂ? പറഞ്ഞൂലേ, ചെറുപ്പത്തിൽ പുലൂർമണ്ണ രാമേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് എനിക്ക് ഭാഗവതത്തിലേക്ക് വഴിതെളിച്ചത്. രാമേട്ടൻ്റെ പ്രഭാഷണം കേട്ടവർക്കറിയാം. എന്താ അദ്ദേഹം പറയുക? ജപിച്ചോളൂ ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രേരണ തന്നെയാണ് ആ നാമജപത്തിലേക്ക് ഭാഗവതത്തിലേക്കും വഴി കാണിച്ചു എന്നത്. ഭാഗവത ഗുരുനാഥൻ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്ന ആ ഒരു ഭാഗവത ചക്രവർത്തിയുടെ മുമ്പിൽ എത്താൻ സാധിച്ചു. അത് ഭാഗവത ഉപദേശം അദ്ദേഹത്തിന് സ്വീകരിച്ചു. ഈ ഒരു സന്നിധിയിൽ വന്നിട്ട് വളരെ വലിയൊരു വിഷയമാണ് കർഹിജിൽ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും അറിയില്ല. ഒരു ഭാഗത്ത് പുല്ലൂർമണ്ണ രാമേട്ടൻ, മറുഭാഗത്ത് വെൺമണി കൃഷ്ണേട്ടൻ, അനവധി ആൾക്കാർ നടുക്കായിട്ട് പരമേശ്വരേട്ടൻ, എല്ലാവരും ഇങ്ങനെ ഇരിക്കണം. അവരുടെയൊക്കെ മുമ്പിൽ എന്ത് പറയും? എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്ന ഗുരുനാഥൻ്റെയും ആ വൃന്ദാവനത്തിലെ രാധാദേവിയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാത്വാ തേ മഹത്വം ഗതിഹേഗിനിഗതിതം വിശ്വനാഥ ക്ഷമേധ. വിശ്വനാഥൻ സാറും ഒക്കെ അവിടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സമയമാണ് ഇനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം അപഹരിക്കാതെ ആ ഭഗവാന്റെ മുമ്പിൽ വാക്കുകൾ ആ മള്ളിയൂർ മഹാത്മാവിൻ്റെ ഗണപതിയുടെ മുമ്പിൽ ശ്രീ ഗുരുവായൂരപ്പനെ ഇരുത്തിയ ആ മഹാത്മാവിൻ്റെ പാദത്തിൽ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ സമർപ്പിക്കണു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനെ. പറഞ്ഞ വാക്കുകളിൽ പിഴകളുണ്ടെങ്കിലും പിഴകേടുണ്ടെങ്കിലും ഒക്കെ ഭഗവാനും സജ്ജനങ്ങളും നേരെയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സജ്ജനങ്ങളുടെ പാദത്തിൽ നമസ്കരിക്കണു. ജയ ജയ ശ്രീ രാധേശ്യാം.